ബ്രിട്ടീഷുകാരാണ് ഹിന്ദുമതം ഉണ്ടാക്കിയതെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഹിന്ദുമതത്തിലെ ദൈവങ്ങൾ പോലും മറ്റ് ദൈവങ്ങളിൽ നിന്നും കടമെടുത്തവയാണെന്നും ഒരുപാട് മതങ്ങൾ ചേർന്നുണ്ടായ ഒന്നാണ് ഹിന്ദുമതം എന്നും ഹിന്ദു എന്ന വാക്ക് പോലും ഒരു ഹൈന്ദവ ഗ്രന്ഥങ്ങളിൽ ഇല്ല എന്നും അമ്പലങ്ങൾ ആരാധനാലയങ്ങൾ അല്ലായിരുന്നു എന്നും ശാസ്ത്രം പഠിപ്പിക്കാൻ നിർമ്മിച്ച കെട്ടിടങ്ങൾ മാത്രമായിരുന്നു എന്ന് നിങ്ങൾക്ക് എത്ര പേർക്കറിയാം? സത്യം പറഞ്ഞാൽ ഇല്ലാത്ത ദൈവത്തിന്റെ പേരിലാണ് നിങ്ങൾ തമ്മിൽ തല്ലുന്നതും കൊല്ലാൻ ഇറങ്ങുന്നതും. തെറി വിളിക്കുന്നതിന് മുൻപ് ഈ ചരിത്രം ഒന്ന് കേട്ടു നോക്കൂ. ഇന്ന് ലോകത്ത് 100 കോടിയോളം ആളുകൾ വിശ്വസിക്കുന്ന ഹിന്ദുമതം ഒറ്റയടിക്ക് ഒരു സുപ്രഭാതത്തിൽ ഉണ്ടായതൊന്നുമല്ല. ഏതെങ്കിലും ഒരു പ്രവാചകൻ മലമുകളിൽ പോയി ദൈവത്തിന്റെ സന്ദേശം കേട്ടുവന്ന് ഉണ്ടാക്കിയതുമല്ല ഇത്. ഒരൊറ്റ വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതി വെച്ച് മിഷണറിമാർ ലോകം മുഴുവൻ നടന്ന് പ്രചരിപ്പിച്ചതുമല്ല. അല്ലെങ്കിൽ BC 3000 ഏതെങ്കിലും ഒരു ചൊവ്വാഴ്ച, ഞായറാഴ്ച, വെള്ളിയാഴ്ച രാവിലെ ഇന്നു മുതൽ ഇതൊരു മതമാണ് എന്ന് ആരോ പ്രഖ്യാപിച്ചതുകൊണ്ടും ഉണ്ടായതല്ല. ഹിന്ദുമതം ഉണ്ടായത് ഒരു പരിണാമത്തിലൂടെയാണ്. പതിയെ ഉണ്ടായ ഒരു മാറ്റത്തിലൂടെ ഉണ്ടായ ഒരു മതം. പേടി, അത്ഭുതം, പിന്നെ മനുഷ്യന്റെ ആവശ്യങ്ങൾ, ഇതിലൂടെയൊക്കെയാണ് അത് വളർന്നത്. അന്ധവിശ്വാസങ്ങളിലൂടെയും അറിവില്ലായ്മയിലൂടെയും പ്രകൃതിയെ ആരാധിച്ചും ഗോത്രവർഗക്കാരുടെ ആചാരങ്ങളിലൂടെയും രാഷ്ട്രീയക്കാരുടെ കുതന്ത്രങ്ങളിലൂടെയും കവികളുടെ ഭാവനയിലൂടെയും ഒക്കെയാണ് ഹിന്ദുമതം രൂപപ്പെട്ടത്. യുദ്ധങ്ങൾ ജയിച്ചും പലതിനെയും കൂടെ കൂട്ടിയും മിത്തുകളിലൂടെയും ഓർമ്മകളിലൂടെയും അക്രമത്തിലൂടെയും സൗന്ദര്യത്തിലൂടെയും ഒക്കെ അത് വളർന്നു. പക്ഷേ ഈ ചരിത്രം അന്വേഷിക്കാൻ ഇറങ്ങിത്തിരിക്കുന്ന ഗൗരവക്കാരായ ചരിത്രകാരന്മാരെ കുഴിപ്പിക്കുന്ന വലിയൊരു ചോദ്യമുണ്ട്. ഈ ഹിന്ദുമതം എന്ന് പറയുന്നത് തുടക്കത്തിൽ ഒരു മതമേ അല്ലായിരുന്നെങ്കിലോ? നമ്മൾ ഇന്ന് ഈ കാണുന്ന ഹിന്ദുമതം സത്യത്തിൽ ആയിരക്കണക്കിന് പ്രാദേശിക വിശ്വാസങ്ങളെ കൂട്ടിച്ചേർത്ത് ഉണ്ടാക്കിയതാണെങ്കിലോ? അതായത് പ്രകൃതി ആരാധന, ആത്മാക്കളിലുള്ള വിശ്വാസം, ഗ്രാമങ്ങളിലെയും കാടുകളിലെയും ഒക്കെ തദ്ദേശീയരായ ദൈവങ്ങൾ, പലതരം തത്വചിന്തകൾ, അങ്ങനെ കഴിഞ്ഞ 3000 വർഷങ്ങൾ കൊണ്ട് തുന്നിച്ചേർത്ത ഒരു വലിയ വിശ്വാസങ്ങളുടെ കൂട്ടം. ദൂരെ നിന്ന് നോക്കുമ്പോൾ ഒറ്റ മതമായി തോന്നുന്നുവെങ്കിലും ഒന്നടുത്ത് പോയി നോക്കിക്കഴിഞ്ഞാൽ പരസ്പരം യാതൊരു ബന്ധവുമില്ലാത്ത നൂറുകണക്കിന് വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞ ഒന്നാണെങ്കിലോ ഈ ഹിന്ദുമതമെങ്കിലോ? ഇന്ന് ഹിന്ദുക്കൾ അമ്പലങ്ങളിൽ തൊഴുതു നിൽക്കുന്ന ദൈവങ്ങൾക്കൊന്നും യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ദൈവിക പരിവേഷമില്ലെങ്കിലോ? പെയ്യുന്ന മഴയെയും ഇടിമിന്നലിനെയും സംഭവിക്കുന്ന മരണത്തെയും ഇരുട്ടിന്റെ ഭീകരതയും ഒക്കെ എങ്ങനെ വിശദീകരിക്കണം എന്നറിയാത്ത പകച്ചു നിന്ന മനുഷ്യൻ നിസ്സഹായതയിൽ നിന്നാണ് ഈ ദൈവങ്ങളൊക്കെ ഉണ്ടായതെങ്കിലോ? അതുമാത്രമല്ല, ഈ ദൈവങ്ങളിൽ പലർക്കും ഈജിപ്തിലെയും മെസപ്പൊട്ടോമിയയിലെയും ഗ്രീസിലെയും പേർഷ്യയിലെയും ഒക്കെ ദൈവങ്ങളുമായി വല്ലാത്തൊരു സാമ്യമുണ്ടെങ്കിലോ? അതിന്റെ കാരണം വളരെ ലളിതമാണ്. ലോകത്ത് എവിടെയുള്ള മനുഷ്യനായാലും പണ്ട് മുതലേ അവരെ ഭയപ്പെടുത്തിയിരുന്നത് ഒരേ കാര്യങ്ങളായിരുന്നു. അതിൽ നിന്ന് രക്ഷപ്പെടാൻ അവർ കണ്ടെത്തിയ വഴികളും രൂപങ്ങളും ഒക്കെ ഒന്നു തന്നെയായിരുന്നു. ഇതൊരു വിശ്വാസത്തെക്കുറിച്ചുള്ള ഡോക്യുമെന്ററി അല്ല, ഇത് ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്ക് കേട്ടുകേൾവിയുള്ള കഥകളേക്കാൾ എത്രയോ സങ്കീർണമാണ് യഥാർത്ഥ ചരിത്രമെന്ന് നമുക്കറിയാമല്ലോ. നമ്മൾ ഒരുപാട് പുറകോട്ട് പോവുകയാണ്, വളരെ ദൂരത്തേക്ക്. അതായത് മഹാഭാരതത്തിനും വേദങ്ങൾക്കൊക്കെ മുമ്പുള്ള കാലഘട്ടത്തിലേക്ക്, ആദ്യമായി സംസ്കൃതത്തിലെ ഒരു അക്ഷരം ഉച്ചരിക്കുന്നതിന് മുൻപുള്ള ആ കാലഘട്ടത്തിലേക്ക്. നമ്മൾ പോകുന്നത് സിന്ധു നദീതട തീരത്തിലേക്കാണ്, ആദ്യത്തെ നഗരങ്ങളിലേക്ക്. അന്നത്തെ ഇന്ത്യക്കാർ ആദ്യമായി കാടുകളിൽ തീക്കുണ്ടം കൂട്ടിയിരുന്ന് നക്ഷത്രങ്ങളെ നോക്കി ചോദിച്ച ഒരു ചോദ്യമുണ്ട്. ലോകത്തെ എല്ലാ നാഗരികതകളും ചോദിച്ച അതേ ചോദ്യം: നമ്മൾ ആരാണ്? നമ്മൾ എന്തിനാണ് ഇവിടെയുള്ളത്? എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? അന്ന് അവർ കണ്ടെത്തിയ ഉത്തരങ്ങളാണ് പിന്നീട് ദൈവങ്ങളായി മാറിയത്. ആ ദൈവങ്ങൾ പതിയെ കഥകളായി, കഥകൾ വിശുദ്ധ ഗ്രന്ഥങ്ങളായി മാറി. ആ ഗ്രന്ഥങ്ങൾ പിന്നീട് വലിയ അധികാരമായി മാറി. അധികാരം എപ്പോഴും ചെയ്യാറുള്ളതുപോലെ അവരുടെ ഇഷ്ടത്തിന് അവർ ചരിത്രം മാറ്റിയെഴുതി. ഇതെല്ലാം എങ്ങനെ സംഭവിച്ചു എന്നതിൻ്റെ ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള കാലം പറഞ്ഞ കഥകളാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. എന്താണ് ഹിന്ദുമതം? മതമോ അതോ സംസ്കാരമോ ആണെന്നുള്ള കാര്യങ്ങൾ തന്നെ നമുക്ക് ആദ്യമേ തുടങ്ങാം. നൂറ്റാണ്ടുകളായി ചരിത്രകാരന്മാർക്കിടയിൽ തർക്കം നടക്കുന്ന, കുറച്ചു പേർക്കെങ്കിലും അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒരു ചോദ്യത്തിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. ഹിന്ദുമതം യഥാർത്ഥത്തിൽ ഒരു മതമാണോ? ഇസ്ലാം മതം പോലെയല്ല ഹിന്ദുമതം. അവിടെ അവർക്കൊരു അടിസ്ഥാന ഗ്രന്ഥമുണ്ട്, ഒരു പ്രവാചകനുണ്ട്. മൊറോക്കോ മുതൽ ഇന്തോനേഷ്യ വരെ ഒരുപോലെ പിന്തുടരുന്ന ഒരുപാട് അടിസ്ഥാന ശിലകളുണ്ട്. അതുപോലെ ക്രിസ്തു മതത്തെ പോലെയല്ല. അവിടെ കൃത്യമായ ഒരു വിശ്വാസ പ്രമാണമുണ്ട്, സഭയുടെ ഒരു അധികാര ഘടനയുണ്ട്, ദൈവപുത്രൻ എന്നൊരു കഥയുമുണ്ട്. ഇനി ബുദ്ധമതം എടുത്താലും അതും ഇങ്ങനെയല്ല. അത് തുടങ്ങിയത് ചരിത്രത്തിലുള്ള ഒരാളാണ്, അദ്ദേഹത്തിന് കൃത്യമായ ഉപദേശങ്ങളുണ്ട്, അത് ആരംഭിച്ചതിനൊരു കാലഘട്ടവുമുണ്ട്. എന്നാൽ ഹിന്ദുമതത്തിന് അങ്ങനെ ഒരാളില്ല, ഒരൊറ്റ സ്ഥാപകനില്ല, ഒരു വിശുദ്ധ ഗ്രന്ഥം മാത്രമില്ല, എല്ലാവരും അംഗീകരിക്കുന്ന ഒരൊറ്റ വിശ്വാസ പ്രമാണമില്ല, കേന്ദ്രീകൃതമായ ഒരു അധികാര സ്ഥാനമില്ല, ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് തീരുമാനിക്കാൻ ഒരു സമിതിയുമില്ല. എല്ലാ വിശ്വാസങ്ങൾക്കും തിരിഞ്ഞു നോക്കാൻ പാകത്തിൽ ഇവിടെ നിന്നാണ് എല്ലാം തുടങ്ങിയത്
ഇന്നത് എന്ന് പറയാൻ ഒരു തുടക്കവുമില്ല. പകരം ഇതിലുള്ളത് എല്ലാം കൂടിയാണ്, എല്ലാത്തിൻ്റെയും ഒരു മിശ്രണം. BC 1500-നും 1200-നും ഇടയിൽ നാടോടികളായ ഗോത്രവർഗ്ഗക്കാർ തീയെയും കാറ്റിനെയും പുലരിയെയും ലഹരി നൽകുന്ന ചെടികളെയും നീരിനെയും ഒക്കെ സ്തുതിച്ചു പാടിയ ഋഗ്വേദങ്ങളുണ്ട്. ലോകത്ത് ഇന്നും ഉപയോഗിക്കുന്ന ഏറ്റവും പഴയ മതഗ്രന്ഥമാണത്. പിന്നെ BC 800 മുതൽ 400 കാലഘട്ടത്തിലെ ഉപനിഷത്തുകളുണ്ട്. യാഥാർത്ഥ്യം, ബോധം, സ്വയം ആരാണ് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നവ. കടമയെയും യുദ്ധത്തെയും ആത്മാവിനെയും ഒക്കെ കുറിച്ച് ഒരു യുദ്ധകളത്തിൽ നടക്കുന്ന സംഭാഷണമായ ഭഗവത്ഗീതയുമുണ്ട്. അതുമാത്രമല്ല, സംസ്കൃത ഗ്രന്ഥങ്ങളിലൊന്നും ഒരിക്കലും വന്നിട്ടില്ലാത്ത ബ്രാഹ്മണ പാരമ്പര്യങ്ങൾക്കും നൂറ്റാണ്ടുകൾക്കും മുൻപേ തമിഴ്നാട്ടിലെ ഗ്രാമങ്ങളിൽ ആരാധിച്ചു പോരുന്ന നാട്ടുദേവതകളുമുണ്ട്. ഇതിൽ ശൈവമതം ശിവനെ പരമോന്നതനായി കാണുന്നു. വൈഷ്ണവ മതം വിഷ്ണുവിനെയോ അദ്ദേഹത്തിന്റെ അവതാരങ്ങളായ കൃഷ്ണനെയോ രാമനെയോ പരമസത്യമായി കാണുന്നു. ശാക്തേയം ദേവിയെ പ്രപഞ്ചത്തിന്റെ കേന്ദ്രമായി ആരാധിക്കുന്നു. ഇനി ഇതെല്ലാം കൂടാതെ ചാർവാകന്മാരുമുണ്ട്. ഹിന്ദുമതത്തിലെ തന്നെ പഴയ ഒരു നിരീശ്വരവാദ ചിന്താധാരയാണിത്. അവർ ആത്മാവിനെയോ മരണാനന്തര ജീവിതത്തെയോ വേദങ്ങളുടെ അധികാരത്തെയോ ഒന്നും വകവെച്ചു കൊടുത്തില്ല. അവർ പറഞ്ഞത് നന്നായി തിന്നുകുടിച്ച് സന്തോഷിച്ചിരിക്കുക, മരണശേഷം മറ്റൊരു ജീവിതം ഇല്ല. ഈ പൂജാരികൾ പറഞ്ഞത് മുഴുവൻ കള്ളമാണ് എന്നാണ്. ഇതൊക്കെ ചേർന്നതാണ് ഈ പറയുന്ന ഹിന്ദുമതം. ഇത്രയധികം വൈരുദ്ധ്യങ്ങളുള്ള ഒന്നിനെ ശരിക്കും ഒരൊറ്റ മതം എന്ന് വിളിക്കാൻ പറ്റുമോ? അതോ JNUവിലെ പ്രശസ്ത ചരിത്രകാരിയായ റോമില താപ്പർ വർഷങ്ങളായി പറയുന്നത് പോലെ ഇതിനെ മതങ്ങളുടെ ഒരു വലിയ കുടുംബം എന്ന് വിളിക്കുന്നതാണോ കൂടുതൽ ശരി? പരസ്പരം ബന്ധമുള്ള, ചിലപ്പോഴൊക്കെ ഒത്തുപോകുന്ന, ചിലപ്പോൾ വിരുദ്ധമായ, എന്നാൽ ഒരിക്കലും ഒന്നല്ലാത്ത ഒരു കുടുംബം. ഹിന്ദു എന്ന വാക്ക് അതൊരു ഭൂമിശാസ്ത്രമാണ്, ദൈവശാസ്ത്രമല്ല. പലരെയും അത്ഭുതപ്പെടുത്തുന്ന ഒരു സത്യമുണ്ട്. ഹിന്ദു എന്ന വാക്ക് സംസ്കൃതമല്ല. വേദങ്ങളിലെങ്ങും അങ്ങനൊരു വാക്കില്ല. പണ്ടത്തെ ഇന്ത്യക്കാർ അവരെയോ അവരുടെ വിശ്വാസത്തെയോ വിളിക്കാൻ ഉപയോഗിച്ച പേരുമല്ല ഇത്. ഇത് വന്നത് സിന്ധു എന്ന പേർഷ്യൻ വാക്കിൽ നിന്നാണ്. സിന്ധു നദിയുടെ പഴയ പേര്. പേർഷ്യൻ പടയാളികൾ ഈ ഉപഭൂഖണ്ഡത്തിന്റെ വടക്കു പടിഞ്ഞാറൻ അതിർത്തി കടന്നു വന്നപ്പോൾ സിന്ധു നദിക്ക് അപ്പുറം താമസിക്കുന്നവരെ സിന്ധുക്കൾ എന്ന് വിളിക്കാൻ തീരുമാനിച്ചു. അതിനർത്ഥം നദീതീരത്തുള്ള ആളുകൾ എന്ന് മാത്രമായിരുന്നു. അതൊരു ഭൂമിശാസ്ത്രപരമായ അടയാളപ്പെടുത്തലായിരുന്നു, അല്ലാതെ മതപരമായ ഒന്നായിരുന്നില്ല. ഇതിനർത്ഥം ആ വെള്ളത്തിനപ്പുറത്ത് നിൽക്കുന്ന ആൾക്കാർ എന്ന് മാത്രമായിരുന്നു. പിന്നീട് അറബികൾ ഈ വാക്ക് ഉപയോഗിച്ചു, മുഗളന്മാർ ഉപയോഗിച്ചു. അവസാനം 19-ാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് ഹിന്ദു എന്നത് നിയമപരമായ സെൻസസ് എടുക്കാനുള്ള ഒരു കാറ്റഗറിയായി മാറി. പലതരം വിശ്വാസങ്ങളുള്ള വലിയൊരു ജനക്കൂട്ടത്തെ ഭരിക്കാൻ ബ്രിട്ടീഷുകാർക്ക് ഒരു കള്ളിയിൽ ടിക്ക് ചെയ്യേണ്ടി വന്നിരുന്നു. സംസ്കൃതത്തിന്റെ ഹിന്ദു പാരമ്പര്യങ്ങളുടെയും കാര്യത്തിൽ ലോകത്തെ ഏറ്റവും വലിയ പണ്ഡിതരിൽ ഒരാളായ വെൻഡി ഡോണിഗർ അവരുടെ ദി ഹിന്ദുസ് ആൻഡ് ഓൾട്ടർനേറ്റീവ് ഹിസ്റ്ററി 2009 ഇറങ്ങിയ ഈ പുസ്തകത്തിൽ പറയുന്നത് പോലെ ഈ വലിയ വൈവിധ്യങ്ങളെ മുഴുവൻ ഒറ്റ പേരിൽ ഒതുക്കിയത് സത്യത്തിൽ ബ്രിട്ടീഷുകാരുടെ ഭരണ സൗകര്യത്തിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു പ്ലാൻ മാത്രമായിരുന്നു. അതായത് ഡിവൈഡ് ആൻഡ് റൂൾ. ചരിത്രകാരനായ DN ഝാ ഈ വാദത്തെ കുറച്ചുകൂടി മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഹിന്ദു എന്നത് ഒരൊറ്റ മതമാണ് എന്നൊക്കെയുള്ള രാഷ്ട്രീയപരമായ കൂട്ടിച്ചേർക്കലുകൾ പ്രധാനമായും 19 മുതൽ 20 നൂറ്റാണ്ടുകളിൽ ഉണ്ടായതാണെന്ന് അദ്ദേഹം പറയുന്നു. ബ്രിട്ടീഷ് ഭരണത്തെ എതിർക്കാൻ ദേശീയ പ്രസ്ഥാനങ്ങൾക്ക് ഒരുമിച്ചൊരു സാംസ്കാരിക സ്വത്വം ആവശ്യമായിരുന്നു. പിന്നീട് വിഭജനത്തിന് ശേഷം ഉയർന്നു വന്ന മുസ്ലിം രാഷ്ട്രീയ മുന്നേറ്റങ്ങളെ നേരിടാൻ അവർക്കത് ആവശ്യമായി വന്നു. ഇതിനർത്ഥം ഇവിടുത്തെ പാരമ്പര്യങ്ങളൊക്കെ കള്ളമാണെന്നോ ആരെങ്കിലും ഉണ്ടാക്കിയതാണെന്നോ അല്ല. പാരമ്പര്യങ്ങൾക്ക് ആയിരക്കണക്കിന് വർഷത്തെ പഴക്കമുണ്ടെങ്കിലും അതിനിട്ട ഈ പേരിന് അത്രത്തോളം പഴക്കമില്ല എന്ന് മാത്രമാണ്. ഇന്ന് നിങ്ങൾ ഇന്ത്യയിലെ ഗ്രാമങ്ങളിലൂടെ ഒന്ന് സഞ്ചരിച്ചാൽ ഒരു തിയോളജി പുസ്തകത്തിനും പറഞ്ഞു തരാൻ കഴിയാത്ത ചില കാഴ്ചകൾ കാണാൻ സാധിക്കും. എവിടെ നോക്കിയാലും പുണ്യസ്ഥലങ്ങൾ നിറഞ്ഞ ഒരു പ്രകൃതി. പാടത്തിന്റെ വരമ്പത്ത് ചുവന്ന തുണി ചുറ്റിയൊരു ചിതൽപുറ്റ്. വിളകളെ സംരക്ഷിക്കുന്ന ദൈവനായി അവർ അതിനെ ആരാധിക്കുന്നു. പെട്ടെന്ന് നോക്കിയാൽ പ്രത്യേകത ഒന്നുമില്ലാത്ത, എന്നാൽ മഞ്ഞളും കുങ്കുമവും ചാർത്തിയ ഒരു പാറക്കല്ല്. ചില പ്രത്യേക ദിവസങ്ങളിൽ സ്ത്രീകൾ അതിനു ചുറ്റും വല വയ്ക്കുന്നു. 2 നൂറ്റാണ്ടുകൾക്കും മുൻപ് ഒരു യുദ്ധത്തിൽ മരിച്ചുപോയ ഒരു നാട്ടുവീരന് വഴിയരികിൽ പണിത ചെറിയൊരു കാവ്. ആ ഗ്രാമക്കാർ അയാളെ പിന്നീട് ദൈവമായി ആരാധിക്കാൻ തുടങ്ങി. ഇതൊന്നും ഋഗ്വേദത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളേ അല്ല. ഒരു ബ്രാഹ്മണ സമിതിയും ഇതിനൊന്നും അംഗീകാരം കൊടുത്തിട്ടുമില്ല. വേദങ്ങൾക്കും അക്ഷരങ്ങൾക്കും മുൻപേയുള്ള വളരെ പഴയ ആചാരങ്ങളാണിവ. ഔദ്യോഗിക മതത്തിനൊപ്പം തന്നെ അവയും നിലനിന്നു പോണു. കാലക്രമേണ അതിന്റെ ഭാഗമായി മാറി. ഒറ്റ വാക്കിൽ വിശദീകരിക്കാൻ കഴിയാത്ത വിധം അത് മതത്തോട് ചേർന്ന് നിൽക്കുന്നു. ഹിന്ദു മതത്തിലെ പ്രതീകങ്ങളെ ഇന്നത്തെ തലമുറയ്ക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വർഷങ്ങളായി ശ്രമിക്കുന്ന മിത്തോളജിസ്റ്റായ ദേവദത്ത് പട്നായിക് പറയുന്നത് ഹിന്ദുമതം എന്ന് പറയുന്നത് ഒരു വിശ്വാസ പ്രമാണമല്ല, അതൊരു സംഭാഷണമാണ് എന്നാണ്. കാട്ടിലെ ആദിവാസികളും നഗരങ്ങളിലെ ബ്രാഹ്മണരും തമ്മിലുള്ള, ഗ്രാമങ്ങളിലെ ദേവതകളും സംസ്കൃത തത്വചിന്തകളും തമ്മിലുള്ള, ശരീരവും ആത്മാവും തമ്മിലുള്ള എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന, പലപ്പോഴും പരസ്പരം വിരുദ്ധമായ, എന്നാൽ ഒരിക്കലും അവസാനിക്കാത്ത ഒരു സംഭാഷണമാണത്. ബ്ലാക്ക്വെൽ കമ്പാനിയൻ ടു ഹിന്ദുമതത്തിലെ പ്രധാന പഠനങ്ങൾ ഉൾപ്പെടെയുള്ള ഓക്സ്ഫോർഡ് സ്റ്റഡീസ് എപ്പോഴും എടുത്തു കാണിക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. ലോകത്തെ മറ്റു മതങ്ങളിൽ നിന്നും വ്യത്യസ്തമായി സ്വന്തം തകർച്ചയെ പോലും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു മതമാണ് ഹിന്ദു.
ഹിന്ദുമതം. അത് ബുദ്ധമതത്തെ സ്വാംശീകരിച്ചു, ജൈനമതത്തിന്റെ ധാർമ്മികതയെ കടമെടുത്തു, പേർഷ്യൻ ഗ്രീക്ക് പാരമ്പര്യങ്ങളിൽ നിന്ന് പലതും ഉൾക്കൊണ്ടു. എന്നിട്ടും അത് എപ്പോഴും അത് തന്നെയായി നിലനിന്നു. അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, ഈ നിമിഷം അത് എന്താണോ അതായി തന്നെ നിലനിൽക്കുന്നു. ഹിന്ദുക്കൾ തന്നെ അവരുടെ പാരമ്പര്യത്തെ വിശേഷിപ്പിക്കാൻ കൂടുതലായി ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് സനാതന ധർമ്മം. എന്നെന്നും നിലനിൽക്കുന്ന ക്രമം അല്ലെങ്കിൽ ശരിയായ ജീവിത രീതി എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. കൃത്യമായി നിർവചിക്കാൻ കഴിയാത്ത ഒരു വാക്കാണത്. ധർമ്മം എന്നാൽ കടമ, നിയമം, പ്രപഞ്ചക്രമം, ശരിയായ പ്രവൃത്തി ഇവയെല്ലാം കൂടിയാണ്. സനാതനം എന്നാൽ ശാശ്വതമായത്, തുടക്കമോ ഒടുക്കമോ ഇല്ലാത്തത് എന്നാണ് അർത്ഥം. എവിടെയും തുടങ്ങാത്ത, ഒരിക്കലും അവസാനിക്കാത്ത ഒരു പാരമ്പര്യം എന്നാണ് ഈ വാക്കിന്റെ അർത്ഥമാക്കുന്നത്. കാലാകാലങ്ങളായി മനുഷ്യ സംസ്കാരത്തിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു അറിവിന്റെ പ്രവാഹം. അത് ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു പ്രത്യേക കാലഘട്ടത്തിൽ വെളിപ്പെട്ട ഒന്നല്ല. ദൈവശാസ്ത്രപരമായി നോക്കുമ്പോൾ അത് വളരെ മനോഹരമാണ്. എന്നാൽ ഒരു ചരിത്രകാരന്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ കൃത്യമായും അന്വേഷണം ആവശ്യപ്പെടുന്ന ഒരു വാദം കൂടിയാണത്. കാരണം ചരിത്രം ഒരിക്കലും തുടക്കമില്ലാത്ത പാരമ്പര്യങ്ങളെ അംഗീകരിക്കുന്നില്ല. എന്തിനും എവിടെയെങ്കിലും ഒരു തുടക്കമുണ്ടാകും. എന്തിനും അതിൻ്റെതായ ഒരു പശ്ചാത്തലമുണ്ടാകും. എവിടെയോ എപ്പോഴോ എന്തിനെയോ ഭയന്ന ഒരു ആദ്യത്തെ മനുഷ്യനുമുണ്ടാകും. ആ ഭയത്തെ മറികടക്കാൻ അവൻ ഒരു കഥയും ഉണ്ടാക്കിയിട്ടുണ്ടാകും. ഏതാണ്ട് 70,000 വർഷങ്ങൾക്ക് മുൻപ് ഈ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ജീവിച്ചിരുന്ന ആദ്യത്തെ മനുഷ്യർ, ഹോമോസാപ്പിയൻസ്, അവരുടെ കയ്യിലുണ്ടായിരുന്നത് തീയും ഭാഷയും പിന്നെ മനുഷ്യന് മാത്രം കിട്ടിയ ബോധമെന്ന അതിശയകരവും അതേസമയം ഭയപ്പെടുത്തുന്നതുമായ ഒരു കഴിവും മാത്രമായിരുന്നു. അവർ നേരിട്ടത് അവർക്ക് മനസ്സിലാക്കാൻ പോലും കഴിയാത്ത ഒരു ലോകത്തെയാണ്. വരൾച്ച, വെള്ളപ്പൊക്കം, അസുഖങ്ങൾ, മരണങ്ങൾ, വന്യമൃഗങ്ങളുടെ ആക്രമണം, ഇതൊന്നും പോരാത്ത ഉറക്കം, സ്വപ്നങ്ങൾ, പിന്നെ ഇന്നലെ വരെ കൂടെ ഉണ്ടായിരുന്ന ജീവന് തുല്യം സ്നേഹിച്ചിരുന്ന ഒരാൾ പെട്ടെന്നൊരു ദിവസം അനങ്ങാതാവുന്ന ആ അവസ്ഥ, ഇതെല്ലാം അവർക്ക് വലിയ ചോദ്യങ്ങളായിരുന്നു. മാനസികമായി പിടിച്ചു നിൽക്കാൻ അവർ എന്ത് ചെയ്തു? ലോകത്ത് എവിടെയുമുള്ള മനുഷ്യർ അന്ന് ചെയ്ത അതേ കാര്യം തന്നെ അവർ ചെയ്തു. അവർ കഥകൾ പറഞ്ഞു. തങ്ങളുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്ന ശക്തികൾക്ക് അവർ ഓരോ രൂപങ്ങൾ നൽകി. പുഴ വെറും ഒരു വെള്ളം മാത്രമായിരുന്നില്ല, അത് ചിലപ്പോഴൊക്കെ ദേഷ്യവും ചിലപ്പോൾ സങ്കടവും ഒക്കെയുള്ള ഒരാളായിരുന്നു. സൂര്യൻ വെറും ചൂടും വെളിച്ചവും മാത്രമായിരുന്നില്ല, എല്ലാ ദിവസവും രാവിലെ ഉദിക്കണ വേണ്ടേ എന്ന് തീരുമാനിക്കാൻ കഴിയുന്ന ഒരു വലിയ ശക്തിയായിരുന്നു അത്. യാതൊരു മുന്നറിയിപ്പും ഇല്ലാതെ കടിച്ചു കൊല്ലുന്ന പാമ്പ് അവർക്കൊരു പുണ്യമായിരുന്നു, ഭയമായിരുന്നു, പാതാളവുമായി ബന്ധമുള്ള ഒന്നായിരുന്നു. പഴങ്ങളും തണലും തരുന്ന മരം അവർക്ക് നന്ദി അർപ്പിക്കേണ്ട ഒരു ജീവനായിരുന്നു. ഇതിനെയാണ് ആനിമിസം അഥവാ ജീവാത്മ വിശ്വാസം എന്ന് വിളിക്കുന്നത്. മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും പഴയ ആത്മീയ പാരമ്പര്യം. നമ്മൾ ഇന്ന് ഹിന്ദു പുരാണം എന്ന് വിളിക്കുന്ന എല്ലാത്തിൻ്റെയും ഏറ്റവും ആഴത്തിലുള്ള വേരുകൾ ഇവിടെയാണ് കിടക്കുന്നത്. ദൈവത്തിൻ്റെ ചരിത്രത്തിന് മുൻപ്, ഏതൊരു വേദമന്ത്രം ഉണ്ടാകുന്നതിനും വളരെ മുൻപ് തന്നെ ഈ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ വളരെ സങ്കീർണമായ ഒരു ആത്മീയ ചിന്താശേഷി ഉണ്ടായിരുന്നു എന്നാണ് പുരാവസ്തു ഗവേഷകർ പറയുന്നത്. മരങ്ങളെ ആരാധിക്കുന്നത്, പ്രത്യേകിച്ചും അരയാലിനെ, BC 2500 മുതൽ തന്നെ ഇന്ത്യയിൽ ഉണ്ടായിരുന്നെന്ന് പുരാവസ്തു പഠനങ്ങൾ തെളിയിക്കുന്നു. വേദങ്ങൾ ഉണ്ടാകുന്നതിനും 1000 വർഷങ്ങൾക്ക് മുൻപാണിത്. ഹിന്ദു, ബുദ്ധ, ജൈന മതങ്ങളിൽ അരയാൽ ഇന്നും പുണ്യവൃക്ഷമാണ്. ബുദ്ധന് ജ്ഞാനോദയം ലഭിച്ചത് ഈ മരത്തിന്റെ ചുവട്ടിലിരുന്നാണ്. ബുദ്ധമതമോ ബ്രാഹ്മണ ഹിന്ദു മതമോ ഒരു മതമായി മാറുന്നതിന് എത്രയോ മുൻപ് തന്നെ ഈ മരം പവിത്രമായി കരുതിയിരുന്നിരിക്കാം. പാമ്പുകളെ ആരാധിക്കുന്നത് അഥവാ നാഗാരാധന എന്നത് ദക്ഷിണേഷ്യൻ മതചരിത്രത്തിലെ ഏറ്റവും പഴയതും ഇന്നും തുടരുന്നതുമായ പാരമ്പര്യങ്ങളിൽ ഒന്നാണ്. സിന്ധു നദീതടത്തിലെ മുദ്രകളിൽ മൂർഖൻ പാമ്പുകളെ കാണാൻ സാധിക്കും. ബുദ്ധമത സ്മാരകങ്ങളിൽ അവരെ കാവൽക്കാരായി കാണാൻ സാധിക്കും. ഇന്നും പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യയിൽ മരച്ചുവട്ടിൽ നാഗക്കല്ലുകൾ വെച്ച് അതിൽ പാലും പൂക്കളും അർപ്പിക്കുന്ന ചടങ്ങ് നമ്മൾ കാണാറില്ലേ? ഇത് ഏകദേശം 4000 വർഷങ്ങളായി യാതൊരു മാറ്റമില്ലാതെ തുടരുന്ന ഒരു ആചാരമായിരിക്കാം. ലോകത്തെ ഏറ്റവും വലിയ വേദപണ്ഡിതരിൽ ഒരാളായ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ മൈക്കിൾ വിൽസൺ പറയുന്നത്, നാഗാരാധനയുടെ പല ഭാഗങ്ങളും ആര്യന്മാരുടെ വരവിന് മുൻപുള്ളതാണെന്നും അത് പ്രാദേശികമായ ദ്രാവിഡ അല്ലെങ്കിൽ ദ്രാവിഡർക്ക് മുൻപുള്ള പാരമ്പര്യമാണെന്നുമാണ്. നദികളെ ആരാധിക്കുന്നത്, അതായത് ഗംഗ, സരസ്വതി, യമുന, ഗോദാവരി, അതെല്ലാം കാണിക്കുന്നത് വെള്ളമാണ് ജീവനെന്നും ആ ജീവനെ ബഹുമാനിക്കണമെന്നുമുള്ള പണ്ടത്തെ മനുഷ്യന്റെ തിരിച്ചറിവിനെയാണ്. പുരാണങ്ങളിൽ ഈ നദികൾ ദേവതകളായി മാറുന്നതിന് മുൻപ് അവ മനുഷ്യന്റെ കേവലം ഒരു ആവശ്യമായിരുന്നു. അവരതിനെ കൃഷി ചെയ്തു, മരിച്ചവരെ ഒഴുക്കിവിട്ടു, അതിർത്തികൾ നിശ്ചയിച്ചു. നൂറ്റാണ്ടുകൾ കഴിഞ്ഞപ്പോൾ ആ ആവശ്യം പുണ്യമായി മാറി. തീയെ ആരാധിക്കുന്നത്, അതായത് അഗ്നിദേവൻ, ഋഗ്വേദത്തിന്റെ തുടക്കം തന്നെ അദ്ദേഹത്തെ സ്തുതിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത് പോലും. പക്ഷെ തീയെ ആരാധിക്കാൻ തുടങ്ങിയത് ഈ വേദകവികളല്ല. അവർക്ക് അത് കിട്ടുമ്പോഴേക്കും അത് വളരെ പഴയ ഒരു ആചാരമായിരുന്നു. തീ കണ്ടുപിടിച്ച കാലം മുതൽക്കേ വെറും ഒരു ഭൗതിക വസ്തു എന്നതിലുപരി ജീവനുള്ള ഒന്നായാണ്
രാജ്യമായാണ് അവർ അതിനെ കണ്ടിരുന്നത്. BC 3300-നും 1300-നും ഇടയിൽ ഇന്നത്തെ പാകിസ്ഥാനും വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യയും ഉൾപ്പെടുന്ന പ്രദേശത്ത് സിന്ധു നദിയുടെയും അതിന്റെ പോഷക നദികളുടെയും തീരത്തായി പുരാതന ലോകത്തെ ഏറ്റവും വലുതും വികസിതമായ നഗര സംസ്കാരങ്ങളിൽ ഒന്ന് തഴച്ചു വളർന്നു. നമ്മൾ അതിനെ സിന്ധു നദീതട സംസ്കാരം എന്ന് വിളിക്കുന്നു, അല്ലെങ്കിൽ ഹരപ്പൻ സംസ്കാരം എന്ന് വിളിക്കുന്നു. ഇതിലെ പ്രധാന നഗരങ്ങളിൽ ഒന്നാണ് ഹരപ്പൻ. അതിന്റെ ഏറ്റവും ഉയർന്ന കാലത്ത് അന്നത്തെ ഈജിപ്തിലെയും മെസപ്പൊട്ടേമിയയിലെയും ജനസംഖ്യയേക്കാൾ കൂടുതലായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. എന്നിട്ടും നമുക്ക് അതിനെക്കുറിച്ച് കാര്യമായൊന്നും അറിയില്ല. അവരുടെ ലിപി ഇന്നുവരെ പൂർണ്ണമായി വായിക്കാൻ കഴിഞ്ഞിട്ടുമില്ല. അവർ ഏതു ഭാഷയാണ് സംസാരിച്ചതെന്നും അറിയില്ല. അവർ അവരുടെ ദൈവങ്ങളെയോ രാജാക്കന്മാരെയോ എന്തിന് അവരെ തന്നെയോ എന്താണ് വിളിച്ചിരുന്നതെന്ന് പോലും നമുക്കറിയില്ല. അവിടെ രാജാക്കന്മാർ ഉണ്ടായിരുന്നോ, അതോ നഗരം ഭരിച്ചിരുന്നത് കച്ചവടക്കാരോ പുരോഹിതന്മാരോ അതോ മറ്റേതെങ്കിലും സമിതിയോ ആയിരുന്നോ എന്നൊന്നും ഉറപ്പില്ല. അതും വലിയൊരു അത്ഭുതമാണ്. കാരണം സിന്ധു നദീതട നഗരങ്ങളുടെ നിർമ്മാണം കണ്ടാൽ ആരെങ്കിലും കൃത്യമായ പ്ലാൻ ചെയ്ത് ഉണ്ടാക്കിയതാണെന്ന് തോന്നും. പക്ഷേ ഈജിപ്തിലോ മെസപ്പൊട്ടേമിയയിലോ കാണുന്നത് പോലെയുള്ള രാജകൊട്ടാരങ്ങളോ കെട്ടിടങ്ങളോ അവിടെ ഉണ്ടായിരുന്നില്ല. അങ്ങനെയൊരു ഭരണാധികാരി അവിടെ ഉണ്ടായിരുന്നില്ല. നല്ല അഴുക്കുചാൽ സംവിധാനങ്ങളുള്ള നഗരങ്ങൾ അവർ ഉണ്ടാക്കി. പക്ഷേ ഒരു രാജാവിനെയും പുകഴ്ത്തി പാടുന്ന ഒരു ലിഖിതവും അവർ നമുക്കായി ബാക്കി വെച്ചില്ല. പകരം അവർ നമുക്ക് നൽകിയത് ചില മുദ്രകളാണ്, അതായത് സീൽസ്. സോപ്പുകല്ലിൽ കൊത്തിയെടുത്ത മൃഗങ്ങളുടെയും മനുഷ്യരുടെയും അത്ര പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ചില രൂപങ്ങളുമൊക്കെയാണ് ആയിരക്കണക്കിന് ചെറിയ ചതുരാകൃതിയിലുള്ള മുദ്രകൾ. അതിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒന്നാണ് പശുപതി മുദ്ര. മൊഹൻജൊദാരോയിൽ നിന്നും കണ്ടെത്തിയ ഇത് BC 2500-നും 2000 കാലഘട്ടത്തിലുമാണ് ഉണ്ടായതെന്ന് കരുതപ്പെടുന്നു. ഇതിൽ ചമ്രം പടഞ്ഞിരിക്കുന്ന ഒരു രൂപമുണ്ട്. ചുറ്റും കാണ്ടാമൃഗം, പോത്ത്, ആന, കടുവ, മാൻ എന്നീ മൃഗങ്ങളുമുണ്ട്. 1920-കളിൽ മൊഹൻജൊദാരോയിൽ ഖനനം നടത്തിയ പ്രശസ്ത പുരാവസ്തു ഗവേഷകനായ ജോൺ മാർഷൽ അടക്കമുള്ള ചിലർ പറഞ്ഞത് അത് ശിവന്റെ ആദ്യ രൂപമാണെന്നാണ്. മൃഗങ്ങളുടെ നാഥനായ പശുപതി അതിലെ ഇരിപ്പ് കണ്ടിട്ട് യോഗയാണെന്നും ചുറ്റുമുള്ള മൃഗങ്ങൾ പ്രകൃതിയുടെ മേലുള്ള അധികാരമാണെന്നും അവർ വാദിച്ചു. എന്നാൽ മറ്റു ചിലർക്ക് ഇതിൽ സംശയമുണ്ടായിരുന്നു. ഹെൽസിങ്കി യൂണിവേഴ്സിറ്റിയിലെ അസ്കോ പർപ്പോള എന്ന ഗവേഷകൻ വർഷങ്ങളായി ഈ മുദ്രകളെക്കുറിച്ച് പഠിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഈ രൂപത്തിന് താഴെയുള്ള ലിപി വായിക്കാൻ കഴിയാത്തതുകൊണ്ട് ഇത് ശിവനാണെന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയില്ല എന്നാണ്. ഇന്ത്യക്കാരിയായ പുരാവസ്തു ഗവേഷക ഷിറീൻ രത്നാകറും പറയുന്നത് പിൽക്കാല ഹിന്ദു പുരാണങ്ങളെ വെച്ച് ഹരപ്പൻ കണ്ടെത്തലുകളെ വിലയിരുത്തരുത് എന്നാണ്. എങ്കിലും അതൊരു വലിയ സാധ്യതയായി തന്നെ അവിടെ കിടക്കുന്നുണ്ട്. ഹിന്ദുമതത്തിലെ ഏറ്റവും വലിയ ദൈവങ്ങളിൽ ഒരാളായ ശിവന്റെ വേരുകൾ ചെന്നെത്തുന്നത് ആര്യന്മാരിലല്ല, മറിച്ച് അവർക്ക് മുൻപ് ഈ ഉപഭൂഖണ്ഡത്തിലുണ്ടായിരുന്ന ഒരു സംസ്കാരത്തിലായിരിക്കാം. റോമക്കാർക്ക് മുൻപേ അഴുക്കുചാൽ സംവിധാനങ്ങൾ ഉണ്ടാക്കിയ ഒരു സംസ്കാരം, നൂറ്റാണ്ടുകൾക്ക് ശേഷവും ആ പ്രദേശത്ത് കാണാത്ത അത്ര മനോഹരമായ ആഭരണങ്ങൾ അണിഞ്ഞിരുന്ന സ്ത്രീകൾ ഉണ്ടായിരുന്ന ഒരു സംസ്കാരം. എന്തായിരുന്നു അവരുടെ മതം എന്ന് തെളിയിക്കാൻ ഒരു ലിഖിതവും ബാക്കി വെക്കാത്ത ഒരു സംസ്കാരം. സിന്ധു നദിയടത്തിൽ നിന്ന് വേറെയും ചിലത് കിട്ടിയിട്ടുണ്ട്. ഒരുപക്ഷെ അമ്മ ദൈവത്തെയോ അല്ലെങ്കിൽ ഉർവരത ദേവിയെയോ സൂചിപ്പിക്കുന്ന സ്ത്രീ രൂപങ്ങൾ. മൊഹൻജൊദാരോയിലെ ഗ്രേറ്റ് ബാത്ത് പോലെയുള്ള കുളങ്ങൾ ഇത് ഒരുപക്ഷെ ശരീരവും മനസ്സും ശുദ്ധിയാക്കാനുള്ള ചില ചടങ്ങുകളുടെ ഭാഗമായിരുന്നിരിക്കാം. അതായത് ഇന്നത്തെ ഹിന്ദു മതത്തിലെ പുണ്യ നദികളിലെ കുളി പോലെ. പിന്നീട് ഹിന്ദു പുരാണങ്ങളിൽ കാണുന്ന മൃഗങ്ങളും അവിടെ ഉണ്ടായിരുന്നു. കാള ശിവനുമായി ബന്ധപ്പെട്ടത്, ആന ഗണേശൻ, കടുവ ദേവിയുടെ വാഹനം, ഇവയെല്ലാം ഹിന്ദു മതത്തിന്റെ തുടർച്ചയായോ അതോ മനുഷ്യന്റെ മതപരമായ ചിന്തകൾ പലയിടത്തും ഒരുപോലെ വികസിച്ചു വന്നതാണോ എന്ന കാര്യത്തിൽ പുരാവസ്തു ഗവേഷകർക്കും ചരിത്രകാരന്മാർക്കും ഇടയിൽ ഇന്നും വലിയൊരു തർക്കം നടക്കുന്നുണ്ട്. BC 1500-നും 1200-നും ഇടയിൽ എവിടെയോ, അതായത് ഈ കാലഘട്ടത്തെ കുറിച്ച് തർക്കങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്, കാലി മേയ്ക്കുന്ന, കുതിര സവാരി ചെയ്യുന്ന, രഥങ്ങൾ ഉപയോഗിക്കുന്ന ഒരു ജനവിഭാഗം ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വടക്കു പടിഞ്ഞാറൻ ഭാഗത്തേക്ക് കടന്നു വന്നു. അവർ ആരായിരുന്നു, എവിടെ നിന്നാണ് അവർ വന്നത് എന്നതൊക്കെ ഇന്ത്യയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ രാഷ്ട്രീയ തർക്കങ്ങളിൽ ഒന്നാണ്. ആര്യൻ കുടിയേറ്റ സിദ്ധാന്തം പറയുന്നത് ഇതാണ്: മധ്യേഷ്യൻ സ്റ്റെപ്പുകളിൽ നിന്നും ഇൻഡോ യൂറോപ്യൻ ഭാഷ സംസാരിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഇവിടേക്ക് വന്നു. അവർ വരുമ്പോൾ അവരുടെ ദൈവങ്ങളെയും, അതായത് ഇന്ദ്രൻ, വരുണൻ, മിത്രൻ, അഗ്നി തുടങ്ങിയ ദൈവങ്ങളെയും തീ കൊണ്ടുള്ള യാഗങ്ങളും കന്നുകാലികളോടും കുതിരകളോടുമുള്ള ഇഷ്ടവും പിന്നെ ഋഗ്വേദമായി മാറിയ പാട്ടുകളുടെ പാരമ്പര്യവും എല്ലാം കൊണ്ടുവന്നു എന്നാണ്. ജനിതക തെളിവുകളും ഭാഷാ പഠനങ്ങളും പുരാണങ്ങളിലെ സാമ്യവും ഒക്കെ ഇത് ശരിവെക്കുന്നുമുണ്ട്. എന്നാൽ ഡേവിഡ് ഫ്രോലിയെ പോലുള്ള ഹിന്ദു ദേശീയവാദികളായ ചില പണ്ഡിതർ വാദിക്കുന്നത് ഔട്ട് ഓഫ് ഇന്ത്യ തിയറി ഇതിന് നേരെ വിപരീതമായിട്ടാണ് പറയുന്നത്. ഇൻഡോ യൂറോപ്യൻ ഭാഷകളും പാരമ്പര്യങ്ങളും ഇന്ത്യയിൽ നിന്ന് തുടങ്ങി പുറത്തേക്ക് പോയതാണെന്നാണ് അവരുടെ വാദം. പക്ഷേ ഹാർവാർഡിലെ ഡേവിഡ് റീച്ചും ഇന്ത്യയിലെ മറ്റ് ഗവേഷകരും ചേർന്ന് 2015-നും 2020-നും ഇടയിൽ പ്രസിദ്ധീകരിച്ച പഠനങ്ങളിലെ ജനിതക തെളിവുകളെല്ലാം കുടിയേറ്റ സിദ്ധാന്തത്തെയാണ് ശരിവെക്കുന്നത്. ഭാഷാപരമായും പുരാവസ്തു
പുരാവസ്തുപരമായും ഈ കുടിയേറ്റം നടന്നു എന്ന് കരുതുന്ന കാലഘട്ടത്തിൽ തന്നെയാണ് സ്റ്റെപ്പി ജനവിഭാഗങ്ങളുടെ പ്രാചീന DNA ഇന്ത്യക്കാരിൽ കാണാൻ തുടങ്ങിയത്. എന്നാൽ ഈ വലിയ രാഷ്ട്രീയ തർക്കത്തിനിടയിൽ പലപ്പോഴും നമ്മൾ മറന്നുപോകുന്ന ഒരു കാര്യമുണ്ട്. ഈ വേദകാല ജനത എവിടെ നിന്ന് വന്നവരായാലും അവർ വന്നത് ആളില്ലാത്ത ഒരു ശൂന്യമായ സ്ഥലത്തേക്കല്ല. അവർ വന്നത് പ്രകൃതി ആരാധനയും ജീവാത്മാ വിശ്വാസവും ഒക്കെയായി വളരെ പഴയതും ശക്തവുമായ മതപാരമ്പര്യമുള്ള ഒരു പ്രദേശത്തേക്കാണ്. പല കാര്യങ്ങളിലും അവർ കൊണ്ടുവന്നതിനേക്കാൾ എത്രയോ പഴക്കമുള്ള പാരമ്പര്യങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. പിന്നീട് അവിടെ നടന്നത് പകരം വെക്കലല്ല, മറിച്ച് കൂടിച്ചേരലായിരുന്നു. വേദകവികൾ തീയെയും കാറ്റിനെയും സോമച്ചെടിയെയും ഒക്കെ സ്തുതിച്ചു പാടി. എന്നാൽ അതേസമയം തന്നെ അവർ ഇവിടെ കണ്ട പ്രാദേശിക ആചാരങ്ങളെയും പതുക്കെ ഉൾക്കൊണ്ടുവന്നു. ഋഗ്വേദത്തിലെ വലിയ പാമ്പുകളെ കുറിച്ചുള്ള മിത്തുകളിൽ വേദങ്ങൾക്ക് മുൻപുള്ള നാഗാരാധനയുടെ സ്വാധീനവും കാണാൻ സാധിക്കും. പിന്നീട് പുരാണങ്ങളിൽ കാണുന്ന ദേവിമാരെ കുറിച്ചുള്ള കഥകളിൽ ബ്രാഹ്മണ പാരമ്പര്യത്തിലേക്ക് ഒഴുകിയെത്തിയ പ്രാദേശിക ദ്രാവിഡ മതങ്ങളുടെ സ്വാധീനം വ്യക്തമായി കാണാൻ സാധിക്കും. ജോസഫ് ക്യാമ്പൽ തന്റെ മാർക്സ് ഓഫ് ഗോഡ് എന്ന പുസ്തകത്തിൽ ഇതിനെക്കുറിച്ച് വളരെ മനോഹരമായി പറയുന്നുണ്ട്. പുരാണങ്ങൾ ഒരിക്കലും ശൂന്യതയിൽ നിന്ന് ഉണ്ടാകുന്നില്ല. അതൊരു പഴയ താളിയോല പോലെയാണ്, ഒന്നിനു മുകളിൽ മറ്റൊന്നായി എഴുതി ചേർക്കപ്പെട്ടവ. പഴയ ദൈവങ്ങൾ പുതിയ പേരുകളിൽ വരുന്നു, പഴയ ഭയങ്ങൾ പുതിയ കഥകളായി മാറുന്നു. വെള്ളപ്പൊക്കം, പാമ്പ്, ആകാശപിതാവ്, ഇതൊക്കെ എല്ലായിടത്തുമുണ്ട്. ഹിന്ദു പുരാണങ്ങളിൽ ഒരു വെള്ളപ്പൊക്കത്തിന്റെ കഥയുണ്ട്. ആദ്യത്തെ മനുഷ്യനായ മനുവിന്റെ കഥ. വലിയൊരു വെള്ളപ്പൊക്കം വരുന്നുണ്ടെന്ന് ഒരു മത്സ്യം, അതായത് വിഷ്ണു എന്ന് ഇപ്പോൾ പറയപ്പെടുന്ന ഒരാൾ മനുവിന് മുന്നറിയിപ്പ് നൽകുന്നു. അതിൽ നിന്ന് രക്ഷപ്പെടാൻ മനു ഒരു വലിയ തോണി ഉണ്ടാക്കുന്നു. ശതപഥ ബ്രാഹ്മണം പോലുള്ള വളരെ പഴയ സംസ്കൃത ഗ്രന്ഥങ്ങളിൽ ഈ കഥ കാണാൻ സാധിക്കും. മെസൊപ്പൊട്ടേമിയക്കാർക്കും ഇതേപോലൊരു കഥയുണ്ട്, എപ്പിക് ഓഫ് ഗിൽഗമേഷ്. അതിലെ ഉന്താബിഷ്ടിം വലിയൊരു തോണി ഉണ്ടാക്കി അതിൽ മൃഗങ്ങളുമായി വെള്ളപ്പൊക്കത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതാണ് കഥ. ഹീബ്രുക്കാർക്കും ക്രിസ്ത്യാനികൾക്കും നോഹയുടെ കഥയുണ്ട്. ഗ്രീക്കുകാർക്ക് ഡുക്കാലിയന്റെ കഥയുമുണ്ട്. നോർത്ത് പുരാണങ്ങളിൽ ബെർഗൽമിറിന്റെ കഥയുമുണ്ട്. അമേരിക്കയിലെയും ഓസ്ട്രേലിയയിലെയും ആഫ്രിക്കയിലെയും തദ്ദേശീയരായ ഗോത്രവർഗക്കാർക്കിടയിൽ പോലും ഇതേപോലൊരു വെള്ളപ്പൊക്ക കഥയുണ്ട്. ഇതെല്ലാം വെവ്വേറെ ഉണ്ടായതാണോ, അതോ പണ്ട് ചരിത്രാതീത കാലത്ത് നടന്ന യഥാർത്ഥത്തിൽ നടന്ന ഒരു വെള്ളപ്പൊക്കത്തിന്റെ ഓർമ്മകളാണോ ഇതെല്ലാം? പുരാവസ്തു ഗവേഷകരായ വില്യം റയാനും വാൾട്ടർ പിറ്റ്മാനും പറയുന്നത് പോലെ BC 7000 കരിങ്കടലിന്, അതായത് ബ്ലാക്ക് സീയുടെ ഭാഗത്തുണ്ടായ വലിയ വെള്ളപ്പൊക്കമാണോ ഇത്, അതോ മനുഷ്യന്റെ മനസ്സിന്റെ ഘടനയിൽ നിന്ന് സ്വാഭാവികമായി ഉണ്ടാകുന്ന ക്യാമ്പൽ പറയുന്നത് പോലുള്ള ഒരു പൊതുവായ മിത്താണോ ഇത്? പണ്ഡിതന്മാർക്കിടയിൽ തർക്കമുണ്ട്. പക്ഷേ കാര്യം ഇതാണ്, ഹിന്ദു പുരാണം എന്നത് ഒറ്റപ്പെട്ട ഒന്നല്ല, മനുഷ്യന്റെ മതപരമായ ഭാവനകളുടെ വലിയൊരു സംഭാഷണത്തിന്റെ ഭാഗമാണ്. വെള്ളത്തിൽ മുങ്ങി മരിക്കുമെന്ന ഭയം മനുഷ്യനുണ്ടായ കാലം മുതൽ മനുഷ്യവാസമില്ലാത്ത ഇടങ്ങളിൽ വരെ ഈ സംഭാഷണം നടക്കുന്നുണ്ട്. ഹിന്ദു പുരാണങ്ങളിൽ പ്രപഞ്ച സമുദ്രത്തിന്റെ അടിയിൽ പാമ്പ്, അതായത് വിഷ്ണു ശയിക്കുന്ന അനന്തൻ, മെസൊപ്പൊട്ടോമിയൻ പുരാണങ്ങളിൽ അപ്സു എന്ന പേരിൽ വരുന്നുണ്ട്. ഈജിപ്ഷ്യൻ പുരാണങ്ങളിൽ സൂര്യനെ വിഴുങ്ങാൻ വരുന്ന അപ്പെപ്പ് എന്ന പാമ്പായി വരുന്നുണ്ട്. നോർസ് പുരാണങ്ങളിൽ ലോകത്തെ മുഴുവൻ ചുറ്റി നിൽക്കുന്ന ജോർ മുർഗാർഡൻ എന്ന പാമ്പും വരുന്നുണ്ട്. സൃഷ്ടിക്ക് ആധാരമാവുകയും അതേസമയം അതിനെ നശിപ്പിക്കാൻ നോക്കുകയും ചെയ്യുന്ന ഈ പ്രപഞ്ച സർപ്പം ലോകമതങ്ങളുടെ ചരിത്രത്തിൽ ഏറ്റവും പഴയതും പരക്കെ ഉപയോഗിക്കപ്പെടുന്നതുമായ ഒരു പ്രതീകമാണ്. അത് ഹിന്ദു മതത്തിൽ എവിടെയും കാണാൻ സാധിക്കും. എന്തുകൊണ്ട്? കാരണം പാമ്പുകൾ യാഥാർത്ഥ്യമാണ്. അവ മനുഷ്യനെ കൊല്ലും, അവ പടം പൊഴിക്കുന്നു. അത് കാണുമ്പോൾ പുതിയൊരു ജന്മം എടുത്തതുപോലെ തോന്നും. അവ മണ്ണിൽ, മരങ്ങളുടെ വേരുകൾക്കിടയിൽ, വെള്ളത്തിനരികിൽ ജീവിക്കുന്നു. ഇതൊരു മതമായി മാറുന്നതിന് എത്രയോ മുൻപ് തന്നെ ജീവൻ, മരണം, മരുന്ന്, വിഷം, പാതാളം, ഫലഭൂയിഷ്ഠത എന്നിങ്ങനെയുള്ള മനുഷ്യന്റെ ഏറ്റവും ആഴത്തിലുള്ള സംശയങ്ങളുടെ ഒരു പ്രതീകമായിരുന്നു പാമ്പ്. പുരാണങ്ങളല്ല പാമ്പിനെ കുറിച്ചുള്ള ഭയം ഉണ്ടാക്കിയത്, ആ ഭയമാണ് പുരാണങ്ങൾ ഉണ്ടാക്കിയത്. പുരാണങ്ങളിലേക്ക് എത്രത്തോളം നമ്മൾ ആഴത്തിൽ ഇറങ്ങി ചെല്ലുന്നുവോ അത്രത്തോളം അതിന് ഒരു മനുഷ്യന്റെ മുഖം വരുന്നത് കാണാൻ സാധിക്കും. നമുക്കിനി ദൈവങ്ങളെക്കുറിച്ച് സംസാരിക്കാം. ഭക്തിയോടെ ആരാധിക്കുന്ന ബിംബങ്ങളായല്ല, മറിച്ച് ചരിത്രപരമായ ഒരു സംഭവമായിട്ട് തന്നെ നമുക്കിതിനെ കാണാം. കാരണം ഹിന്ദു മതത്തിലെ പ്രധാന ദൈവങ്ങളെ പുരാതന ഈജിപ്തിലെയും ഗ്രീസിലെയും പേർഷ്യയിലെയും മെസപ്പൊട്ടേമിയയിലെയും അതുപോലെ നോർസ് പാരമ്പര്യങ്ങളിലെയും ഒക്കെ ദൈവങ്ങൾക്കൊപ്പം നിർത്തി ഒന്ന് നോക്കുക. ഭക്തിയുടെ കണ്ണട മാറ്റിവെച്ചിട്ട് കുറച്ചുകൂടി ഗൗരവത്തിൽ ലോകത്തെ പല പുരാണങ്ങളെയും തമ്മിൽ താരതമ്യം ചെയ്യുന്ന ഒരു ഗവേഷകന്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ അത്ര സുഖകരമല്ലാത്ത ഒരു കാര്യം നമുക്ക് കാണാൻ സാധിക്കും. ഈ ദൈവങ്ങൾ തമ്മിൽ വളരെ വലിയ ബന്ധമുണ്ട്. അതൊരു വെറും തോന്നലോ കാവ്യാത്മകമായ ബന്ധവുമല്ല, വളരെ കൃത്യമായി തെളിവുകളോടെ തന്നെ അവരുടെ ഘടനയിൽ വലിയ സാമ്യങ്ങളുണ്ട്. ഇതിനർത്ഥം ഒന്നുകിൽ ഈ സംസ്കാരങ്ങൾ തമ്മിൽ പണ്ട് ഏതെങ്കിലും ബന്ധങ്ങളും ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഇവരെല്ലാം വന്നത് ഒരൊറ്റ പേരിൽ നിന്നായിരിക്കാം. അതുമല്ലെങ്കിൽ ലോകത്ത് എവിടെയുമുള്ള മനുഷ്യനായാലും അവരുടെ മാനസികാവസ്ഥയും ആവശ്യങ്ങളും ഒന്നായതുകൊണ്ട് അത് പ്രകടിപ്പിക്കാൻ അവർ കണ്ടെത്തിയ രൂപങ്ങളും ഒന്ന് തന്നെ ആയിരിക്കാം. ഇന്ന് വളരെ പ്രചാരത്തിൽ ഇല്ലാത്ത ഒരു ദൈവമാണ്, അതായത് എക്സ്പയർ ആയ ഒരു ദൈവമാണ് ഇന്ദ്രൻ, ഇടിമിന്നലുകളുടെ രാജാവ്. ഋഗ്വേദത്തിൽ ദേവന്മാരുടെ രാജാവാണ് ഇന്ദ്രൻ. അദ്ദേഹം കൊടുങ്കാറ്റിന്റെ ദേവനാണ്, കയ്യിൽ ഇടിമിന്നൽ, അതായത് വജ്രായുധം ഏന്തിയവൻ.
വെള്ളം മുഴുവൻ തടഞ്ഞു വെച്ച വൃത്രൻ എന്ന വലിയ പാമ്പിനെ കൊന്ന് ഭൂമിയിലേക്ക് മഴ പെയ്യിച്ച് ജീവൻ നിലനിർത്തിയത് ഇന്ദ്രനാണ്. വലിയ കരുത്തനായ, ചിലപ്പോഴൊക്കെ എടുത്തുചാട്ടക്കാരനായ, സോമരസം കുടിക്കാൻ വളരെ ഇഷ്ടമുള്ള, യുദ്ധത്തിൽ എപ്പോഴും ജയിക്കുന്ന ഒരാൾ. വേദകാലത്തെ യോദ്ധാക്കൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ദൈവമായിരുന്നു ഇന്ദ്രൻ. ഇനി ഗ്രീക്ക് ദൈവങ്ങളുടെ രാജാവായ സിയൂസിനെ പരിചയപ്പെടാം. കൊടുങ്കാറ്റിന്റെ ദേവനാണ് അദ്ദേഹവും. കയ്യിൽ ഇടിമിന്നലുണ്ട്. ടൈഫോൺ എന്ന വലിയൊരു ഭീകരജീവിയെ കൊന്നവൻ, ദൈവങ്ങളുടെയും മനുഷ്യരുടെയും പിതാവ്, വലിയ അധികാരമുള്ള, ആഘോഷങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരാൾ. ഇനി നോർസ് പുരാണങ്ങളിലെ ഇടിമിന്നലിന്റെ ദേവനായ തോറിനെ നോക്കാം. കയ്യിൽ മ്യോൽനിയർ എന്ന ചുറ്റികമായി ലോകത്തെ നശിപ്പിക്കാൻ വരുന്ന വലിയൊരു പാമ്പിനോട് യുദ്ധം ചെയ്ത് മനുഷ്യരെ രക്ഷിക്കുന്നവൻ. ഇനി റോമൻ പുരാണങ്ങളിലെ ആകാശപിതാവായ ഇടിമിന്നൽ കയ്യിലെന്തിയ ജുപ്പിറ്ററിനെ നോക്കാം. ഇനി ഹിറ്റൈറ്റ് പുരാണങ്ങളിലെ ഇല്യുങ്ക എന്ന വലിയ പാമ്പിനെ കൊല്ലുന്ന തെഷ്യൂബ് എന്ന കൊടുങ്കാറ്റിന്റെ ദേവനെ നോക്കാം. ഇതൊന്നും വെറും യാദൃച്ഛികമല്ല. അവർ എല്ലാവരും ഒരേ ദൈവം തന്നെയാണ്, അല്ലെങ്കിൽ ഇവരെയൊക്കെ ഒരൊറ്റ മുത്തശ്ശനിൽ നിന്ന് ഉണ്ടാക്കിയതാണ്. ഇൻഡോ യൂറോപ്യൻ ഭാഷകളിലെ ഏറ്റവും പഴയ ഗ്രന്ഥങ്ങളിൽ പരിശോധിച്ച ഭാഷാ പണ്ഡിതന്മാരും പുരാണ ഗവേഷകരും ചേർന്ന് കണ്ടെത്തിയ ഒരു പഴയ ദൈവമുണ്ട്. പ്രോട്ടോ ഇൻഡോ യൂറോപ്യൻ സ്കൈ ഫാദർ, അതായത് ആകാശപിതാവ്. ആ പഴയ പേര് ഏകദേശം ഡയസ് ഫിത്തർ എന്നായിരുന്നു. അതിൽ നിന്നാണ് സംസ്കൃതത്തിലെ ഡിയസ് പിത, അതായത് ആകാശപിതാവ്, ഗ്രീക്കിലെ സിയൂസ് പാറ്റർ, ലാറ്റിനിലെ ജുപ്പിറ്റർ, പഴയ നോർസിലെ ടൈർ എന്നിവയുണ്ടായത്. ഇത് പുരാണ ഗവേഷകർക്കിടയിൽ ഒരു തർക്ക വിഷയമേ അല്ല. 19ാം നൂറ്റാണ്ടിൽ മാക്സ് മുള്ളർ കൊണ്ടുവന്ന ഭാഷാപരമായ തെളിവുകളും പിന്നീട് മാർട്ടിൻ വെസ്റ്റിന്റെ ഇൻഡോ യൂറോപ്യൻ പോയട്രി ആൻഡ് മിത്ത് എന്ന 2007 പോലുള്ള പഠനങ്ങളും ശരിവെക്കുന്ന മിക്ക പണ്ഡിതന്മാരും അംഗീകരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണിത്. ഇതിനർത്ഥം ഇതാണ്: ഇന്ദ്രന്റെ ഏറ്റവും പഴയ വേദകാല രൂപം എന്ന് പറയുന്നത് ഗ്രീക്കിലെ സിയൂസിന്റെയും നോർസിലെ തോറിന്റെയും ഒരു കസിനാണെന്നാണ്. വേദകാലത്തെ ആളുകളും ഗ്രീക്കുകാരും നോർസുകാരും എല്ലാം ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് യുറേഷ്യയിൽ ജീവിച്ചിരുന്ന ഒരേ ജനതയുടെ പല ശാഖകളാണ്. അവർ ലോകത്തിന്റെ പല ഭാഗത്തേക്ക് പോയപ്പോൾ ഈ കഥകളും കൂടെ കൊണ്ടുപോയി അവിടുത്തെ പ്രകൃതിയും രാഷ്ട്രീയത്തിനും അനുസരിച്ച് അതിൽ മാറ്റങ്ങൾ വരുത്തി. എന്നാൽ ഇന്ദ്രന് പിന്നീട് എന്ത് സംഭവിച്ചു എന്ന കാര്യത്തിൽ ചരിത്രം പറയുന്നത് മറ്റൊരു കഥയാണ്. ഹിന്ദു പുരാണങ്ങൾ പിന്നീട് വന്നപ്പോൾ ഇന്ദ്രന്റെ സ്ഥാനം പതുക്കെ പതുക്കെ താഴേക്ക് പോയി. പുരാണങ്ങളുടെ കാലമായപ്പോഴേക്കും നൂറ്റാണ്ടുകൾ കൊണ്ട് ഇന്ദ്രൻ ഒരു ചെറിയ കഥാപാത്രമായി മാറി. പലപ്പോഴും തെറ്റുകൾ പറ്റുന്ന, അഹങ്കാരമുള്ള, ദുർബലനായ ഒരാളായി മാറി. പലപ്പോഴും തോൽപ്പിക്കപ്പെടുന്ന, അപമാനിക്കപ്പെടുന്ന ഒരാൾ. വേദകാലത്തെ ദേവന്മാരുടെ ആ വലിയ രാജാവിന് പിന്നീട് പലപ്പോഴും വിഷ്ണുവിന്റെയോ ശിവന്റെയോ സഹായം വേണ്ടിവരുന്ന ഒരു അവസ്ഥയിലേക്ക് മാറി. എന്തുകൊണ്ട്? കാരണം പുതിയ അധികാര ഘടനകൾക്ക് പുതിയ ദൈവങ്ങളെ വേണമായിരുന്നു. ബ്രാഹ്മണ പാരമ്പര്യം വിഷ്ണുവിനെയും ശിവനെയും പ്രധാന ദൈവങ്ങളാക്കി മാറ്റിയപ്പോൾ പഴയ വേദകാലത്തെ ആ യുദ്ധവീരനായ ദൈവത്തെ രാഷ്ട്രീയമായും പൗരാണപരമായും അവർ സൈഡിലാക്കി. അതായത് ദൈവങ്ങളും അപ്ഡേറ്റ് ആയില്ലെങ്കിൽ സൈഡ് ആവും എന്നുള്ളത് ഉറപ്പാണ്. ശിവനെ എല്ലാവർക്കും അറിയാം. ഹിന്ദു ദൈവങ്ങളിൽ ശിവനെ പോലെ ഇത്രയും പഴക്കമുള്ള, ദുരൂഹതകൾ നിറഞ്ഞ, ഒറ്റ വാക്കിൽ നിർവചിക്കാൻ കഴിയാത്ത മറ്റൊരു ദൈവമില്ല. അദ്ദേഹം പ്രപഞ്ചത്തിനെ നശിപ്പിക്കുന്നവനാണ്, ഒപ്പം പുതിയത് സൃഷ്ടിക്കുന്നവനും. ലോകം മുഴുവൻ ഉപേക്ഷിച്ച് ഹിമാലയത്തിൽ എപ്പോഴും ധ്യാനത്തിലിരിക്കുന്ന ഒരു സന്യാസിയാണ് അദ്ദേഹം. എന്നാൽ അതേസമയം തന്നെ നൃത്തം ചെയ്യുന്ന, പ്രപഞ്ചത്തിന്റെ കാമുകനായ, ഉർവരതയുടെയും ലൈംഗിക ഊർജത്തിന്റെയും ദേവനും കൂടിയാണ്. ജീവനും മരണവും ഒരേ സമയം അദ്ദേഹത്തിലുണ്ട്. ഈ രണ്ട് വിരുദ്ധമായ കാര്യങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നത് എന്തെങ്കിലും പിഴവുകൊണ്ടല്ല. അതാണ് ആ ദൈവത്തിന്റെ യഥാർത്ഥ സങ്കല്പം. പല പഴയ സംസ്കാരങ്ങളിലും ഉണ്ടായിരുന്ന പല ദൈവങ്ങളെയും കൂട്ടിച്ചേർത്താണ് ശിവൻ ഉണ്ടായതെന്ന് മിക്കവാറും ഉറപ്പാണ്. ശിവ ആൻഡ് ദി പ്രൈമോർഡിയൽ ട്രഡീഷൻ എന്ന പുസ്തകം എഴുതിയ ഫ്രഞ്ച് സംഗീതജ്ഞനും സംസ്കൃത പണ്ഡിതനുമായ അലൻ ഡാനിയേലോ പറയുന്നത്, ആര്യന്മാർ വരുന്നതിന് മുൻപ് തന്നെ ഈ ഭൂഖണ്ഡത്തിൽ ഉണ്ടായിരുന്ന ഇന്ത്യയുടെ ആത്മീയ ബോധത്തിന്റെ ഏറ്റവും പഴയ രൂപമാണ് ശിവൻ എന്നാണ്. തർക്ക വിഷയമാണെങ്കിലും ചിന്തിക്കാൻ വക നൽകുന്ന ഒന്നാണ്. വേദങ്ങളിൽ രുദ്രൻ എന്നൊരു ദൈവമുണ്ട്. എപ്പോൾ വേണമെങ്കിലും സ്വഭാവം മാറാവുന്ന, കൊടുങ്കാറ്റിന്റെയും അസുഖങ്ങളുടെയും ദൈവം. വളരെ ബഹുമാനത്തോടെയും അതിലേറെ പേടിയോടെയുമാണ് വേദങ്ങൾ രുദ്രനെ കാണുന്നത്. ആ ദൈവം വന്ന് തങ്ങളെ ഉപദ്രവിക്കാതിരിക്കാൻ അവർ സമ്മാനങ്ങൾ നൽകി അകറ്റി നിർത്തിയിരിക്കുകയാണ്. നൂറ്റാണ്ടുകൾ കഴിഞ്ഞപ്പോൾ രുദ്രനും ശിവനും ഒന്നായിട്ട് മാറി. വേദങ്ങളിലെ ആ പേടിപ്പെടുത്തുന്ന കൊടുങ്കാറ്റ് ദേവനും സിന്ധു നദീതടത്തിലെ ആ മുദ്രകളിൽ കണ്ട മൃഗങ്ങൾക്ക് നടുവിൽ ചമ്രം പടഞ്ഞിരിക്കുന്ന ആ പഴയ ദൈവവും തമ്മിൽ ലയിച്ചു ചേർന്നു. ഇതോടൊപ്പം തന്നെ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ചോദ്യമുണ്ട്: എന്താണ് ശിവലിംഗം? ഇന്ത്യയിലെ മിക്കവാറും എല്ലാ ശിവക്ഷേത്രങ്ങളിലും ആളുകൾ ആരാധിക്കുന്നത് മനുഷ്യരൂപത്തിലുള്ള ശിവന്റെ പ്രതിമയല്ല, അതൊരു ലിംഗമാണ്. മിനുസമുള്ള, ഉരുണ്ട, മുകളിലേക്ക് നിൽക്കുന്ന ഒരു കൽത്തൂൺ. അത് വെച്ചിരിക്കുന്നത് യോനി എന്ന വിളിക്കുന്ന
വട്ടത്തിലുള്ള ഒരു തറയിലായിരിക്കാം. ഇതിന്റെ അർത്ഥമനുസരിച്ച് സംസാരിക്കുന്നത് വളരെ വൈകാരികമായ അല്ലെങ്കിൽ ലൈംഗികമായിട്ടുള്ള ഒരു കാര്യമാണ്. ചിലപ്പോഴൊക്കെ അത് പറയുമ്പോൾ വലിയ പ്രതിഷേധങ്ങൾക്കും കാരണമാകാറുണ്ട്. പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നുള്ള ചരിത്രകാരന്മാർക്ക് ഇത് വലിയ അത്ഭുതവും പരിഹാസവും ഒക്കെ ആയിരുന്നു. എന്നാൽ ഇന്നത്തെ ചില ഹിന്ദു പണ്ഡിതന്മാർ പറയുന്നത് ലിംഗം എന്നത് പ്രപഞ്ചത്തിന്റെ ഊർജത്തെയാണ് കാണിക്കുന്നതെന്നും പ്രപഞ്ചത്തിന്റെ അച്ചുതണ്ടാണെന്നും അതിന് ലൈംഗികതയുമായി യാതൊരു ബന്ധവുമില്ലെന്നാണ്. പക്ഷേ നമുക്കൊന്ന് ചരിത്രം പരിശോധിച്ച് നോക്കാം. ലിംഗരൂപത്തിലുള്ള സാധനങ്ങളെ പുണ്യവസ്തുക്കളായി ആരാധിക്കുന്നത് ഇത് ഫലഭൂയിഷ്ഠതയുടെയും ജീവശക്തിയുടെയും സൃഷ്ടിയുടെയും ഊർജമായി കാണുന്നത് മനുഷ്യ ചരിത്രത്തിൽ തന്നെ ഏറ്റവും പഴയ ആചാരങ്ങളിൽ ഒന്നാണ്. അത് ഇന്ത്യയിൽ മാത്രമുള്ള ഒരു കാര്യമല്ല. ഈജിപ്തിലെ ഏറ്റവും പഴയ ദൈവങ്ങളിൽ ഒന്നായ മിൻ, അതായത് BC 3000 തൊട്ടുള്ള ആ ദൈവത്തെ കാണിക്കുന്നത് ഉദ്ധരിച്ച ലിംഗത്തോടു കൂടിയാണ്. ഫലഭൂയിഷ്ഠത, പുരുഷത്വം, നൈൽ നദിയുടെ ജീവൻ നൽകാനുള്ള കഴിവ് എന്നിവയുമായി ബന്ധപ്പെട്ടാണ് ഇതിനെ കാണുന്നത്. ഈജിപ്തുകാർ കല്ലിൽ ഇത്തരം ലിംഗരൂപങ്ങൾ കൊത്തിവെച്ചിരുന്നു. പുരാതന ഗ്രീസിൽ മനുഷ്യന്റെ തലയും ഉദ്ധരിച്ച ലിംഗവുമുള്ള ചതുരാകൃതിയിലുള്ള ഒരു കൽത്തൂൺ, അതായത് ഹേം, കവലകളിലും അതിർത്തികളിലും വാതിൽക്കലുമൊക്കെ വെച്ചിരുന്നു. കൃഷിയുടെ സമൃദ്ധി കാണിക്കാൻ പ്രിയപ്പസ് എന്ന ദൈവത്തെയും എപ്പോഴും ഉദ്ധരിച്ച ലിംഗത്തോടു കൂടിയാണ് ചിത്രീകരിച്ചിരുന്നത്. ഡയോനീഷ്യൻ ആഘോഷങ്ങളിൽ ആളുകൾ വലിയ ലിംഗരൂപങ്ങൾ എഴുന്നള്ളിച്ചിരുന്നു. മെസൊപ്പൊട്ടോമിയൻ ക്ഷേത്രങ്ങളിലും ഫലഭൂയിഷ്ഠതയുടെ ദേവതമാരുമായി ബന്ധപ്പെട്ട് ഇത്തരം ചിഹ്നങ്ങൾ കാണാൻ സാധിക്കും. വെങ്കലയുഗത്തിൽ യൂറോപ്പിലെ പുണ്യസ്ഥലങ്ങളിലെ ഇത്തരം കൽത്തൂണുകൾ നിർത്തിയിട്ടുണ്ടായിരുന്നു. ഇതിൽ പലതും ലിംഗരൂപത്തിലുള്ളവയുമായിരുന്നു. അതിന് യഥാർത്ഥ അർത്ഥം എന്തായിരുന്നുവെന്ന് ഇതുവരെ നമുക്കറിയില്ല. ആഫ്രിക്കയിലെ ഗോത്രവർഗ്ഗക്കാർക്കിടയിലും ആണുങ്ങളുടെ ചില ചടങ്ങുകളിലും ഫലഭൂയിഷ്ഠതയുടെയും വംശം നിലനിർത്തുന്നതിനായി ബന്ധപ്പെട്ടതുമൊക്കെ ഈ ലിംഗരൂപം ഉപയോഗിച്ചിരുന്നു. ഇതൊന്നും ആരെയും ഞെട്ടിക്കാനോ അതല്ലെങ്കിൽ ഹിന്ദു വിശ്വാസത്തെ വെറും ഒരു ലൈംഗികതയിലേക്ക് ചുരുക്കി കാണിക്കാനോ വേണ്ടി പറയുന്നതല്ല, മറിച്ച് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം പറയാനാണ്. മുകളിലേക്ക് നിൽക്കുന്ന ഒരു കല്ല് ഭൂമിയെയും ആകാശത്തെയും ബന്ധിപ്പിക്കുന്ന ഒരു അച്ചുതണ്ട്, പുരുഷന്റെ സൃഷ്ടിക്കാനുള്ള ഊർജത്തിന്റെ പ്രതീകം, ഇതിനെയൊക്കെ പുണ്യമായി കാണുക എന്നത് മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും പഴയതും ലോകം മുഴുവൻ കാണുന്നതുമായ ഒരു യാഥാർത്ഥ്യമാണ്. ശിവലിംഗം വരുന്നത് ലോകമെമ്പാടുമുള്ള ഈ പഴയ പാരമ്പര്യത്തിൽ നിന്നാണ്. ഈ ചരിത്രം ആ ദൈവിക സങ്കല്പത്തിന്റെ വില കുറയ്ക്കുന്നുണ്ടോ അതോ കൂട്ടുന്നുണ്ടോ എന്നത് ഓരോരുത്തരും അവരവരുടെ ഇഷ്ടത്തിന് ചിന്തിച്ചു നോക്കിയാൽ മതി. ഏറ്റവും പോപ്പുലർ ആയൊരു ദൈവമാണ് വിഷ്ണു, അതായത് സംസ്കാരങ്ങൾ കടന്നുള്ള സംരക്ഷകൻ. പ്രപഞ്ചത്തിന്റെ താളത്തിന് എന്തെങ്കിലും കോട്ടം തട്ടുമ്പോഴൊക്കെ പല രൂപങ്ങളിൽ അവതാരങ്ങളിൽ ഭൂമിയിലേക്ക് വരുന്ന വിഷ്ണുവിന്റെ കഥയും മറ്റു പുരാണങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെ കൗതുകം തരുന്ന ഒന്നാണ്. ഒരു ദൈവം മനുഷ്യന്റെയോ മൃഗത്തിന്റെയോ രൂപം ധരിച്ച് ചരിത്രത്തിൽ ഇടപെടാൻ വരുന്നു എന്ന ആ അവതാര സങ്കല്പം ലോകത്തെ പല പഴയ പാരമ്പര്യങ്ങളിലും കാണാൻ സാധിക്കും. ഈജിപ്ഷ്യൻ ദേവനായ തോത്ത് ഒരു പക്ഷിയുടെയോ കുരങ്ങിന്റെയോ രൂപം എടുക്കാറുണ്ട്. ഗ്രീക്ക് ദൈവങ്ങൾ മനുഷ്യരുടെ കാര്യങ്ങൾ ഇടപെടാൻ എപ്പോഴും മനുഷ്യരൂപത്തിൽ വരാറുണ്ട്. ലോകത്തെ സമാധാനം കൊണ്ടുവരാൻ ദൈവം താഴേക്ക് വരിക എന്നത് ലോകത്തെ മിക്ക പുരാണങ്ങളിലും സ്ഥിരമായി കാണുന്ന ഒരു പാറ്റേൺ ആണ്. ഈവൻ ക്രിസ്തു മതത്തിൽ പോലും ദൈവം മനുഷ്യരൂപത്തിൽ യേശു ക്രിസ്തുവായി ഭൂമിയിലേക്ക് വന്നു എന്ന് പറയുന്നത് പോലും ഇതിൻ്റെയൊക്കെ ഒരു ഭാഗമാണ്. വിഷ്ണുവിൻ്റെ പ്രധാനപ്പെട്ട 10 അവതാരങ്ങൾ നോക്കിയാൽ അതിൽ രസകരമായ ഒരു കാര്യമുണ്ട്. ചില പണ്ഡിതന്മാർ പറയുന്നത് അത് മനുഷ്യൻ്റെ പരിണാമ ചരിത്രത്തെയാണ് കാണിക്കുന്നത് എന്നാണ്. ആദ്യം വെള്ളത്തിൽ ജീവിക്കുന്ന മത്സ്യം, പിന്നെ കരയിലും വെള്ളത്തിലും ജീവിക്കുന്ന കൂർമ്മം, പിന്നെ വരാഹം അതായത് പന്നി, അതിനു ശേഷം പാതി മനുഷ്യനും പാതി മൃഗവുമായ നരസിംഹം, പിന്നെ ചെറിയൊരു മനുഷ്യനായ വാമനൻ, അങ്ങനെ പതിയെ പതിയെ പൂർണ്ണ മനുഷ്യ രൂപങ്ങളിലേക്ക് വരുന്നു. ദേവദത്ത് പട്നായിക്ക് ഇതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. ഇതൊരു പ്ലാൻ ചെയ്ത ഡാർവിൻ തിയറി ഒന്നുമല്ല, മറിച്ച് മനുഷ്യന്റെ സംസ്കാരവും ബോധവും പല കാലഘട്ടങ്ങളിലായി വളർന്നു വന്നതിനെ പുരാണങ്ങളിലൂടെ പറയുന്നതാകാനാണ് സാധ്യതയെന്നും അദ്ദേഹം പറയുന്നു. എന്നാൽ ഇതിലെ മത്സ്യാവതാരം വലിയൊരു വെള്ളപ്പൊക്കം വരുന്ന കാര്യം മനുവിനെ അറിയിക്കാൻ വരുന്ന മത്സ്യമാണ്. ഇത് നമ്മളെ വീണ്ടും കൊണ്ടു ചെല്ലുന്നത് ലോകമെമ്പാടുമുള്ള ആ പഴയ വെള്ളപ്പൊക്ക കഥയിലേക്കാണ്. പരസ്പരം യാതൊരു ബന്ധവുമില്ലാത്ത ചില സംസ്കാരങ്ങളിലും ഒരേ കഥ എങ്ങനെ വന്നു എന്നത് വലിയൊരു അത്ഭുതം തന്നെയാണ്. ദൈവത്തിന്റെ മുന്നറിയിപ്പ്, വലിയൊരു തോണി, അതിൽ രക്ഷപ്പെടുന്ന കുറച്ചു പേർ, അങ്ങനെ പുതിയൊരു ലോകത്തിന്റെ തുടക്കം, ഇതെല്ലാം ഒരുപാട് പുസ്തകങ്ങളിൽ എഴുതിയിട്ടുള്ള കോമൺ ആയിട്ടുള്ളൊരു കഥയാണ്. ഒരുപാട് ആളുകൾക്ക്, പ്രത്യേകിച്ച് മലയാളികൾക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു ദൈവമാണ് കൃഷ്ണൻ. ഹിന്ദു പുരാണങ്ങളിൽ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ സ്നേഹിക്കുന്ന, അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ അർത്ഥതലങ്ങളിലുള്ള ഒരു കഥാപാത്രമാണ് കൃഷ്ണൻ. ഒരുപാട് നല്ല കാര്യങ്ങൾ പഠിപ്പിക്കുന്ന ഒരാളാണ് കൃഷ്ണൻ എന്നാണ് നമുക്ക് പുസ്തകങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. അത്രയും നല്ലൊരു മനുഷ്യൻ അതേസമയം തന്നെ വെണ്ണ കട്ട് തിന്നുന്ന കുട്ടിയായും യമുനാ തീരത്ത് പുല്ലാങ്കുഴലൂതുന്ന ഇടയനായും ഗോപികമാരുടെ കാമുകനായും ഒക്കെ അദ്ദേഹത്തെ കാണാൻ സാധിക്കും. പല പുരാണങ്ങളിലും കാണുന്ന ആകാശത്തിൽ ഇരുന്ന് ഭരിക്കുന്ന ആ ഗൗരവ
ഗൗരവക്കാരനായ ദൈവങ്ങളെ പോലെയല്ല കൃഷ്ണൻ. സ്നേഹിക്കാൻ കഴിയുന്ന, അടുപ്പമുള്ള, കുസൃതികളുള്ള ഒരു സങ്കല്പമാണത്. എന്നാൽ കൃഷ്ണന്റെ കഥകളിലെ ചില കാര്യങ്ങളും മറ്റു പുരാതന മതങ്ങളിലെ കഥകളും തമ്മിൽ ഘടനാപരമായ ചില സാമ്യങ്ങളുണ്ടെന്ന് ചില പണ്ഡിതന്മാർ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അത് പലപ്പോഴും വലിയ വിവാദങ്ങൾക്കും കാരണമായിട്ടുമുണ്ട്. കന്യകയോട് സാമ്യമുള്ള അത്ഭുത ജനന കഥകൾ, ഒരു ദൈവപുത്രന്റെ ജനനം ഭയന്ന് ജനിക്കുന്ന കുട്ടികളെല്ലാം കൊല്ലാൻ ഉത്തരവിടുന്ന ക്രൂരനായ ഭരണാധികാരി, തന്നെ കൊല്ലാൻ വരുന്ന കുട്ടിയെ ഇല്ലാതാക്കാൻ ജനിക്കുന്ന എല്ലാ കുട്ടികളെയും കൊല്ലാൻ കംസൻ ഉത്തരവിടുന്നു. ബൈബിളിൽ പുതിയ നിയമത്തിൽ ഹെറോദോസ് രാജാവ് ചെയ്തതും പഴയ നിയമത്തിൽ ഫറവോ രാജാവ് ഹീബ്രു കുട്ടികളെ കൊന്നതും ഇതുമായി സാമ്യമുള്ള കഥകളാണ്. രാജാവിൻ്റെ കോപത്തിൽ നിന്ന് രക്ഷിക്കാൻ ആ കുഞ്ഞിനെ ഒളിപ്പിച്ചു വളർത്തുന്നു. അത്ഭുതകരമായി പുഴ കടക്കുന്നു. യഥാർത്ഥത്തിൽ താൻ ആരാണെന്ന് ലോകം അറിയുന്നതുവരെ ആരും അറിയാതെ വളരുന്നു. ജോസഫ് ക്യാമ്പൻ തൻ്റെ ദി ഹീറോ വിത്ത് 1000 ഫേസസ് എന്ന പുസ്തകത്തിലും പിന്നീട് പല ഗവേഷകരും ചൂണ്ടിക്കാണിച്ച ഈ സാമ്യങ്ങൾ അർത്ഥമാക്കുന്നത് ആരും ആരുടെയും കോപ്പിയടിച്ചെന്നല്ല, മറിച്ച് ചില കഥകളുടെ ഘടനകൾ, ഭീഷണി നേരിടുന്ന ദൈവപുത്രൻ, പ്രവചനങ്ങളെ ഭയപ്പെടുന്ന ക്രൂരനായ രാജാവ്, ഒളിവിൽ വളരുന്ന രക്ഷകൻ, ഇതെല്ലാം മനുഷ്യൻ്റെ മനസ്സിലുള്ള ചില മാതൃകളാണ്. അതായത് ആർക്കിടൈപ്സ്. മനുഷ്യൻ കഥ പറയാൻ തുടങ്ങിയ കാലം മുതൽ അവരുടെ ഉള്ളിൽ കിടക്കുന്ന ചിന്തകളിൽ നിന്ന് സ്വാഭാവികമായി പുറത്തു വരുന്നവയാണിവ. ഒരുപക്ഷെ ദൈവങ്ങൾ ആരും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഉണ്ടായിരുന്നവരായിരിക്കില്ല. മനുഷ്യൻ എന്നും ഭയപ്പെട്ടിരുന്ന കാര്യങ്ങൾ ഒന്നായിരിക്കാം, അവരുടെ ഭാവനകളും ഒന്നായിരിക്കാം. അവർ എല്ലാ കഥകളും ചേർത്ത് പിന്നീട് ഒരു മതമാക്കിയതായിരിക്കാം. ഹിന്ദുമതം എന്നത് ഇന്നൊരു മതം മാത്രമല്ല, അതൊരു വലിയ സംസ്കാരമാണ്. എല്ലാ സംസ്കാരങ്ങളെയും പോലെ ഇതും ലോകത്ത് പടർന്നു പിടിച്ചത് യാദൃശ്ചികമായിട്ടല്ല, പലരെയും പറഞ്ഞ് ബോധ്യപ്പെടുത്തിയതും ചിലപ്പോഴൊക്കെ സമ്മർദ്ദം ചെലുത്തിയതും അങ്ങനെയൊക്കെയാണ് ഇത് വളർന്നത്. കലയിലൂടെയും സാമ്പത്തിക കാരണങ്ങളിലൂടെയും കഥകളിലൂടെയും ഉത്സവങ്ങളിലൂടെയും ക്ഷേത്രങ്ങളിലൂടെയും അത് വ്യാപിച്ചു. രാജാക്കന്മാർ മതം മാറിയപ്പോൾ അവരുടെ രാജ്യങ്ങളും ആ വഴിയെ മതം മാറി. നാടുനില സഞ്ചരിച്ച് പഠിപ്പിച്ച ഗുരുക്കന്മാരിലൂടെയും കഥാകാരന്മാരിലൂടെയും അത് പടർന്നു പിടിച്ചു. ചിലപ്പോഴൊക്കെ ഏത് വിശ്വാസമാണ് ശരി, ഏതാണ് തെറ്റ് എന്ന് ഭരണാധികാരികൾ തീരുമാനിച്ചപ്പോൾ അത് പടർന്നു. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഹിന്ദുമതം എങ്ങനെ ഇത്ര വലിയൊരു മതമായി മാറി എന്നതിൻ്റെ കഥ വെറുമൊരു ആത്മീയ വെളിച്ചം ഇരുട്ടിലേക്ക് പടരുന്നത് പോലെയുള്ള ഒരു ലളിതമായ ഒന്നല്ല. പ്രാദേശികമായ പല ആചാരങ്ങളെയും ഉൾക്കൊണ്ടും രാഷ്ട്രീയക്കാരുടെ സഹായം സ്വീകരിച്ചും ചിലപ്പോഴൊക്കെ നിർബന്ധിച്ചും വലിയൊരു ബ്രാഹ്മണ ചട്ടക്കൂടിനുള്ളിലേക്ക് തദ്ദേശീയ പാരമ്പര്യങ്ങളെ കൂട്ടിച്ചേർത്തുമൊക്കെയുള്ള സങ്കീർണവും ചിലപ്പോഴൊക്കെ അത്ര സുഖകരമല്ലാത്ത ഒന്നായിരുന്നത്. ഹിന്ദുമതത്തിലുള്ള ഒരുപാട് ദൈവങ്ങൾ, ആചാരങ്ങൾ, ഇവയെല്ലാം വേറെവിടെ ഉണ്ടായ ഒരുപാട് മതങ്ങളിൽ നിന്നും ഒരുപാട് ആചാരങ്ങളിൽ നിന്നും കടമെടുത്തവയാണ്. ദൂരെ കിടക്കുന്ന ആളുകൾ ഇന്ത്യയിലേക്ക് കച്ചവടത്തിന് വേണ്ടി വന്നപ്പോൾ ഇവിടെയുള്ള കഥകൾ അവർ കേൾക്കുകയും അവിടുത്തെ കഥകൾ ഇവിടെയോട്ട് ആളുകൾ സ്വീകരിക്കുകയും ചെയ്ത് അവ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യുകയും പിന്നീട് പുതിയൊരു കഥയുണ്ടാവുകയും ആ കഥ പിന്നീട് മതമായിട്ട് മാറുകയോ അല്ലെങ്കിൽ ഒരു വിശ്വാസമായിട്ട് മാറുകയാണ് ഉണ്ടായിട്ടുള്ളത്. അവിടുത്തെ ആചാരങ്ങൾ ഇവിടെ വന്നതും ഇവിടുത്തെ ആചാരങ്ങൾ അങ്ങോട്ട് പോയതും ഈ കഥകൾ തമ്മിലുള്ള എക്സ്ചേഞ്ചുകൾ നടന്നതും ഇതുകൊണ്ട് മാത്രമാണ്. നമ്മുടെ നാടുകളിൽ കല്യാണ വീട്ടുകളിലോ അല്ലെങ്കിൽ കസിൻസ് കൂടുമ്പോഴോ നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്ന് പ്രേതകഥകൾ സംസാരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു നാട്ടിൽ നടന്ന കൊലപാതക കഥയോ അല്ലെങ്കിൽ ഒരു സംഭവമോ നമ്മളെല്ലാവരും വട്ടം കൂടിയിരുന്ന് സംസാരിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ പണ്ടുള്ള ആളുകൾ കിലോമീറ്ററുകൾ, ദിവസങ്ങൾ സഞ്ചരിച്ച് പലായനം ചെയ്ത് നമ്മുടെ രാജ്യത്തേക്കോ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തുള്ള ആളുകൾ ഒരുപാട് ദൂരത്തേക്ക് കച്ചവടത്തിന് വേണ്ടി പോകുമ്പോൾ അവർക്ക് കിട്ടുന്ന കഥകൾ, അവർ തരുന്ന കഥകൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യുകയും അത് പിന്നീട് നാട്ടിൽ വന്ന് പറയുമ്പോൾ അത് വലിയൊരു കഥയായി മാറുകയും അതിൽ മസാലകൾ ഏർപ്പെടുകയും അങ്ങനെ വലിയൊരു സംഭവമായി മാറി അത് പിന്നീട് പറഞ്ഞു വാമൊഴിയായിട്ടുള്ള മറ്റൊരു ദൈവിക കഥയായിട്ട് മാറുന്നു. സുമതി വളവ് പോലുള്ള കഥകൾ ഇന്നും നമ്മുടെ ആളുകൾ വിശ്വസിക്കുന്നത് ഇതുകൊണ്ട് തന്നെയാണ്. സുമതിയെ കണ്ടവരാരുമില്ല, സുമതിയെ കേട്ടവരാരുമില്ല, സുമതിയുടെ ഒരു ചരിത്രവും ഒരു തെളിവുകളുമില്ല. എന്നാൽ സുമതി വളവ് എന്ന് പറയുന്നത് ഇന്ന് പലപ്പോഴും ആളുകൾക്ക് പേടിപ്പിക്കുന്ന ഒരു സംഭവമാണ്. ഇന്നും ആ വഴിയിലൂടെ പോവാൻ, ആ വളവിൽ ഒറ്റയ്ക്ക് നടക്കാൻ പലർക്കും പേടിയുണ്ടാവാം. കാരണം വാമൊഴിയാൽ കേട്ട ആ പേടി ഇന്നും മനുഷ്യനെ, നമ്മളെ, നമ്മുടെ മനസ്സിനെ, നമ്മുടെ തലച്ചോറിനെ, നമ്മുടെ ഓർമ്മയെ പിന്തുടരുന്നു. ഇന്ന് നമ്മൾ മനസ്സിലാക്കാത്ത ഒരു കാര്യമാണ്, കേരളത്തിൽ ഇലക്ട്രിസിറ്റി വന്നപ്പോൾ ഒരുപാട് പ്രേതങ്ങൾ ചത്തുപോയ കഥ. ഇന്ദ്രൻ ഒരിക്കൽ എക്സ്പയർ ആയതുപോലെ എല്ലാ മതങ്ങളും എല്ലാ ദൈവങ്ങളും എക്സ്പയർ ആവും. ആ മതങ്ങളുടെ പേര് പറഞ്ഞ് അടി ഉണ്ടാക്കുന്നതും മറ്റൊരു മതക്കാരനെ, മറ്റൊരു വിശ്വാസിയെ കൊല്ലാൻ ശ്രമിക്കുന്നതും നിങ്ങളാണെങ്കിൽ, നിങ്ങളൊരു തീവ്രവാദിയാണെങ്കിൽ നിങ്ങൾ തെറ്റാണ്. കാരണം നിങ്ങൾ ഫോളോ ചെയ്യുന്നത് ഒരു അൾട്ടിമേറ്റ്ലി ഒരു മണ്ടത്തരത്തെയാണ്.
മറ്റു മതങ്ങൾ ശരിയാണെന്നോ നിങ്ങളുടെ മതം തെറ്റാണെന്നോ അല്ല ഇതിൻ്റെ അർത്ഥം. ചരിത്രപരമായി പരിശോധിച്ചാൽ ഒരു മതങ്ങളും ശരിയല്ല. എല്ലാ മതങ്ങളും ഏതൊക്കെയോ മനുഷ്യർ അവരുടെ രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി അവർ ആ കാലഘട്ടത്തിലെ കഥകളെ വെച്ചുകൊണ്ട്, അവരുടെ പരിമിതമായ അറിവുകളെ വെച്ചുകൊണ്ട്, അവർക്കറിയാവുന്ന ശാസ്ത്രവിദ്യകളൊക്കെ കൂട്ടിയിണക്കിക്കൊണ്ട് അവരുണ്ടാക്കിയ കഥകളാണ്. അതായത് അന്ന് കണ്ട ഭൂമി പരന്നതാണെന്ന് തോന്നിയവൻ ഭൂമി പരന്നതായി എഴുതി, പന്നി ഹറാമാണെന്ന് എഴുതി, രോഗങ്ങൾ പിശാച് നൽകുന്നതാണെന്ന് എഴുതി. അങ്ങനെ തുടങ്ങി ഒരുപാട് സംഭവങ്ങളുണ്ടായി. ഇന്ന് നമുക്കറിയാം രോഗങ്ങൾ ഉണ്ടാക്കുന്നത് അണുക്കളാണെന്നും അല്ലെങ്കിൽ അതിനൊരു കണ്ടീഷൻ ഉണ്ടായിരിക്കുമെന്നും അതിന് മരുന്നുകൾ നമ്മൾ കണ്ടുപിടിക്കാൻ പറ്റുമെന്നും അത് മരുന്ന് കഴിച്ചാൽ അതിനെ സൗഖ്യപ്പെടുത്താൻ പറ്റുമെന്നും അപകടങ്ങൾ ഉണ്ടാകുന്നതും ലോകത്തുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതും ഈവൻ പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടാകുന്നതും എന്തുകൊണ്ടാണെന്നും എങ്ങനെ അതിനെ പരിഹരിക്കാമെന്നും നമ്മൾ കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു. എങ്ങനെ മഴ പെയ്യിക്കാമെന്നും ഇടിമിന്നലുകൾ എങ്ങനെ കൃത്രിമമായിട്ട് ഉണ്ടാക്കാമെന്നും നമ്മൾക്ക് മനസ്സിലായി. അത് അറിവില്ലായിരുന്ന മനുഷ്യൻ ഇടിമിന്നലിനെ ദൈവത്തിൻ്റെ ദേഷ്യമായിട്ടും മഴയെ ദൈവത്തിന് അനുഗ്രഹമായിട്ടും കരുതിയിരുന്നു. കൊടുങ്കാറ്റിനെ ദൈവം ചിറകടിച്ചു വരുന്ന ഒരു പരുന്തിൻ്റെ പുറത്തിരിക്കുന്ന ദൈവമായിട്ടും മാറ്റി. ആ മനുഷ്യൻ ഇന്ന് ഇത്രയും പുരോഗമിച്ച് ഇത്രയും എത്തിയിട്ടുണ്ടെങ്കിൽ ഇന്നും ആ പുരോഗതിയെ, ആ വിശ്വാസത്തെ മാറ്റാൻ നിങ്ങൾ തയ്യാറല്ലെങ്കിൽ, അംഗീകരിക്കാൻ തയ്യാറല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോഴും ഔട്ട്ഡേറ്റഡ് ആണ്. നിങ്ങൾ മാറേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. മതങ്ങൾ നിങ്ങളുടെ തലയെ, നിങ്ങളെ വളരാൻ അനുവദിക്കുന്നില്ല. ഇനിയും ഒരുപാട് മതങ്ങൾ സാമ്യങ്ങളുണ്ട്. സരസ്വതി ദേവി, കാളി തുടങ്ങിയിട്ടുള്ള ഒരുപാട് ദൈവങ്ങൾ മറ്റൊരു മതത്തിൽ നിന്ന് വന്നതാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അത് അറിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇതിൻ്റെ പാർട്ട് 2 വീഡിയോ ഇറക്കാം. നിങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.